തസ്കീയത്ത് ക്ലാസിന്റെ ക്ലിപ്പാണ്. ഇതേപോലെ നിങ്ങൾ അവസരം തരികയാണെങ്കിൽ, അതായത് സുന്നികൾ നടത്തിയ തസ്കീയത്ത് ക്ലാസ്, പേരോട് ഉസ്താദിന്റെ അടക്കല്ലേ പല തസ്കീയത്ത് ക്ലാസ്സിലും പലതും സുന്നികളെ കുറിച്ച് വിമർശിച്ച്, അത് സ്വന്തം ആളുകൾക്ക് മുജാഹിദുകളോട് ഗൗരവപൂർവ്വം എന്നുള്ള സീഡിയാണത്. അതുപോലെ നിങ്ങളതും എടുത്തു കാണിക്കാൻ എന്റെ കൈവശം ഉണ്ട്, വീട്ടിലുണ്ട്. സാധനം എന്താ വെച്ചാൽ പേരോടിന്റെ ഉണ്ട്. അതേപോലെ നിങ്ങൾ നടത്തിയ തസ്കീയത്ത് ക്ലാസ് അത് പലതും ഉണ്ട് റെക്കോർഡ്. ഇതിക്കേറെ സമയം എനിക്കിട്ട് കാണും, അതേപോലെ കളിക്കാനും കഴിയും. പക്ഷെ അതാണോ നമ്മുടെ ജീവിതം? നമ്മൾ ഈ സമയം എന്തിനു വേണ്ടി വേസ്റ്റാക്കണം? നിങ്ങൾ അതായത് ഇപ്പൊ ഇവിടെ ഓരോ നടത്തി നിങ്ങൾ മുജാഹിദ് പൾസ് എന്തൊരു ക്ലിപ്പ് ഇട്ടു, ഏത് മറ്റേ സമസ്തക്കാര് മറ്റേ ഖുർആനിന്റെ പഴിച്ചു പറഞ്ഞിക്കാണ്ട് അതൊന്ന് ഫുള്ളൊന്നും ഇടാൻ കഴിയും നിങ്ങൾക്ക്? ഒരൊറ്റ മിനിറ്റ് ഇട്ടാൽ മതി, ഒറ്റ മിനിറ്റ് ഒന്നിട്ട് കണ്ട് ഒന്ന് വിശദീകരിച്ചാൽ നിങ്ങൾ. അവരുടെ തസ്കിയത്ത് ക്ലാസ്സിൽ പറഞ്ഞ വിഷയങ്ങളാണ് ഞാൻ തീർച്ചു. ഞങ്ങളുടെ ആദർശം ഇന്നലകളിൽ ഏതെങ്കിലും ആദർശം പിഴച്ചുപോയി എന്ന് പറയുന്നത് ഞങ്ങളെ ഏതെങ്കിലും ഉസ്താദുമാർ പ്രസംഗിച്ച ഒരു ക്ലിപ്പ് കാണിക്കാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു അവസരം തരാണെങ്കിൽ ഇവിടുള്ള സാധനം വീട്ടുണ്ട്. അത് എന്റെ വീട് പണങ്ങാരൻ അതല്ല എനിക്ക് പറഞ്ഞ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അങ്ങനെ വേണ്ട അങ്ങനെ വീടില്ലെങ്കിലും നിങ്ങളെല്ലാവർക്കും പറയുന്നറിയോ, നെഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നു പനങ്ങാരടുത്താണ്. ഞങ്ങൾ കാത്തിരിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏതെങ്കിലും ഒരു ആദർശം പിഴച്ചു എന്ന് ഞങ്ങൾ ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞ് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ഒരൊറ്റ നിങ്ങളെല്ലാവർക്കും കാണുക. ഞാൻ എവിടെ ഇതിന്റെ അടക്കം നിങ്ങൾ എന്നോട് ഇതേ സംസാരിക്കുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞു. സീഡി ഞാൻ പനങ്ങാങ്ങര എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ പോകണ്ട, 100 കണക്കിന് കിലോമീറ്റർ വേണ്ട. ഇവിടെ ഇരിക്കാം. വണ്ടിയില്ലേ, വണ്ടി അങ്ങോട്ട് വേണ്ട. ഒരു കാര്യം ചെയ്യും. ഹലോ അല്ല വേറെ ഞങ്ങൾ അതിന് പെരുന്നാൾ വെച്ചുകൊണ്ട് എന്താ ചെയ്തറിയും? അതുണ്ട്, ഇതുണ്ട്, ഈ ശല്ല പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷല്ല. നിങ്ങൾ പറയുന്നതിന് തെളിവ് കാണിച്ചിട്ട് മതി. ഞാൻ പറയുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞുപോയ ഏതെങ്കിലും ആദർശങ്ങൾ പിഴച്ചുപോയി എന്ന് നമ്മുടെ ആലിമീങ്ങൾ പറയുന്ന ഒരു ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ കാണിക്കാൻ കഴിയും. അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേറെ സംസാരത്തിലൊന്നുമില്ല. അങ്ങനത്തെ സീഡ് ഉണ്ടെങ്കിൽ പനങ്ങാങ്ങര എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബിൽ അത് മതി. അതറിയാം. ഇത് എല്ലാവരും ഇയാൾ കത്തുന്ന പരിപാടി നമുക്ക് നന്നായിട്ട് ഇയാളായി. അതോടെ ഞാനീ പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായി തെളിയിച്ചിട്ട് പോകും. അത് ആരോപണ പരിപാടിക്കും ആ തരികിടക്കും തട്ടിപ്പിടും നമ്മൾ ഞങ്ങൾ ഇന്ന് തുടങ്ങുന്നില്ല. ഞങ്ങൾക്കറിയാം വണ്ടി വണ്ടി ഫ്രീ അല്ലേ? സ്ഥാനം കൊടുക്കുക, കമ്മിറ്റിക്കാരുണ്ട്, ഒക്കെ റെഡിയാണ്. നിങ്ങളെ സീഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് പിൻവലിക്കും. അല്ലെങ്കിൽ ആ പറഞ്ഞ പിൻവലിച്ച് എന്നറിയോ? ഇത് നാളെ ഇതിപ്പോ എന്താ പ്രശ്നം? ഞാൻ സമ്മതിച്ചു കൊടുത്താൽ നാളെ എന്തായാലും പറയാം അപ്പൊ എന്താ കുറെ സമസ്തക്കാർക്കുണ്ട് കേട്ടോ. അത് അയാൾ പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതാ പറഞ്ഞ പനങ്ങാങ്ങാരാണ്, പഞ്ചാബിലല്ല. പനങ്ങാങ്ങാരെന്ന് 7 കിലോമീറ്റർ ഓക്കെ, ഒരു 10 കൂട്ടി കൊടുക്കാം. എന്റെ പകരം 3 പോയി വരാം. ഞാനിരിക്കാം, ഞങ്ങളിവിടെ ഇരിക്കാം. ഈ കാണുന്ന ആളുകളൊക്കെ നിങ്ങളെ കാത്തിരിക്കാം. അല്ലെങ്കിൽ ആ ആരോപണം അല്ല, നിങ്ങൾ സമസ്തക്കാർ മുമ്പ് പറഞ്ഞ ഒന്നും തിരുത്തിയിട്ടില്ല. സീഡി കയ്യിലുണ്ട്, അതല്ലാതെ എഴുതി എന്റെ കയ്യിലുണ്ട്, എഴുതി വെച്ചത് എഴുതി വെച്ചൊക്കെ പറയാം. ഞങ്ങളൊക്കെ പറയാം. സീഡി ഉണ്ടോ? സീഡി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. 7 കിലോമീറ്റർ എത്ര സമയം പിടിക്കണം? എത്ര സമയമാണ് പറഞ്ഞാൽ ഉപയോഗിക്കാൻ? അരമണിക്കൂർ. ഇതന്നെയാണ് നിങ്ങളെ തട്ടിപ്പ്. ദുനിയാവിൽ മുഴുക്കങ്ങൾ കാണിക്കുന്ന വലിയ തട്ടിപ്പിന്റെ ഒരു ഒടുക്കത്തെ ഉദാഹരണം. നമുക്കറിയാലോ നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ഏർപ്പാട്. ഇതിപ്പോ എന്താ ഇതിങ്ങനെ വരിക? എന്തെങ്കിലും ചോദിക്കാം. ഞാൻ പറഞ്ഞേ ഓരിങ്ങനെ മുൻഗണനക്കാരാകാം. അപ്പൊ ഞങ്ങൾ വൈകിട്ടാക്കി. അപ്പൊ സീഡുണ്ട്. അപ്പൊ ഞാൻ ആ സീഡുണ്ട് ഞങ്ങളിപ്പോ കൊണ്ടുവരില്ല. അന്ന് കൊണ്ടുവരണ്ട, പിന്നെ കൊണ്ടുവരാം. പിന്നെ കൊടുന്നാൽ മതി. ഇതെന്താ എല്ലാവരും ഉണ്ടായിരിക്കും. പനങ്ങാങ്ങരക്കാരൻ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയ സാധനത്തിൽ കിട്ടിയാൽ പഞ്ചാബ് നമ്മൾ കുടുങ്ങിയിരുന്ന മുമ്പ് പറയുന്ന ഇപ്പൊ കൊണ്ടുവരാൻ കഴിയാത്തോണ്ടാണ് ഇത്ര ദൂരം പോണ്ടേ എന്നൊക്കെ പറയാൻ നമ്മൾ കുടുങ്ങിയിരുന്നു. പനങ്ങാരക്കാരനാണ് നന്നായി നാട്ടുകാരനോ വളരെ നിങ്ങൾ രണ്ടാമതായിക്കൊള്ളുന്നു.
എനിക്ക് കുറച്ച് കാസർഗോട്ട് പോകണം, അവസാനം പോകാനില്ല. അല്ല ഒന്നും വേണ്ട, സീഡി കൊണ്ടുവരാൻ കഴിയോ? കഴിയില്ല. ഇപ്പൊ കഴിയില്ല. ഇപ്പോൾ കഴിയില്ല, കഴിഞ്ഞു. ഇപ്പൊ കഴിയില്ല. ഈ അടുത്തുള്ള 7 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് സീഡി കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ തെളിവാണ്, ഇല്ലാത്ത ആരോപണമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ആരോപിച്ചത് നടക്കില്ല കുട്ടിയെ, നടക്കും. ആ വക തരികിട്ട് തെറ്റുന്നു ഞങ്ങൾ കണ്ടതാണ്, നടക്കൂല. നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പറയാൻ പറയും. ഇനി വേറൊന്ന് പറഞ്ഞു, അത് പറഞ്ഞിരുന്നല്ല, അത് അപ്പുറത്തുണ്ട്, ഇത് ഇപ്പുറത്തുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. വല്ലുണ്ടെങ്കിൽ കൊണ്ടുവരാം, എന്നിട്ട് അടുത്തേക്ക് ഇല്ലെങ്കിൽ അപ്പൊ ബാൽഷ്യന് ഇതിടാൻ പറ്റൂല. ഇത് ഞാൻ ഒഴിവാക്കിയായിരുന്നല്ലേ? ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല. കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞില്ല. നിങ്ങളെ കൊണ്ടുപോകാൻ, നിങ്ങളെ വാഹനത്തിൽ കൊണ്ടുപോകാൻ ഇതൊക്കെ പ്രവർത്തിക്കാൻ വെറുതെ കയറി നിർത്ത് വാഹനത്തിൽ പോകാം, എന്നിട്ട് പോകാം, പോയി കൊണ്ടുവരാൻ അങ്ങനെ കിടങ്ങാറില്ല. ഈ ഏറ്റവും മൊത്തം സാധനത സീഡിയർന്നത് വളരെ സിമ്പിളല്ലേ. ഈ ഏറ്റവും അങ്ങനെ കഴിയില്ല, അതിന് വേറെ പ്രോഗ്രാം വിട്ടുതരാം, ഞങ്ങളെ വണ്ടി വിട്ടുതരാം. ഇതൊന്നും കഴിയില്ല, വെറുതെ ആരോപണം. എന്നിട്ട് ഞാനിപ്പോ ഇനിയിപ്പോ ഓരോ സ്ലിപ്പും ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ കൊടുത്തു. ആദ്യം മൂപ്പര് സമസ്ത പേച്ചുവന്ന ശരിയല്ലേ, പേച്ചുവന്ന ശരിയല്ലേ, അത് കൂടാൻ വേർതിരിച്ചുവന്ന ശരിയല്ലേ? എന്താ അവിടെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതിന് വിരുദ്ധമായിട്ടൊന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു. അതിന് വിരുദ്ധ സമസ്ത പേച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അയാൾ പറയാം. ഞങ്ങൾക്ക് കേൾപ്പിച്ചില്ല. ഏതായാലും ഇരിക്കട്ടെ. ഇതാണ് ഇയാളുടെ സ്ഥിരം ശൈലിയാണ്. എല്ലായിടത്തും പോയിട്ട് അതാ ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, ചോദ്യം മനസ്സിലല്ല, ചോദ്യം മനസ്സിലാവും. കാരണം ഇയാൾ നന്നായിട്ട് നമുക്കറിയാം. പെരുന്നാൾ വന്നിട്ട് ഇയാൾ എന്തുണ്ടായി ഞങ്ങൾക്കറിയാം, നന്നായിട്ട് അറിയണതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ വക തരികിടക്കും തട്ടിപ്പിൽ നിൽക്കണ്ട, അത് സീഡി കൊണ്ടുവരാം, എന്നിട്ട് ഇൻഷാല്ലാ ബാക്കി കിടക്കാം, അല്ലെങ്കിൽ വിഷയം തുടങ്ങിയാൽ നിങ്ങൾക്ക് സമയം തരാം. അരമണിക്കൂറല്ല, 1 മണിക്കൂർ. 1 മണിക്കൂർ 10 മണി, 11 മണി വേണമെങ്കിൽ തരാം, 12 മണിയാകാം. ഇവിടുന്ന് പനങ്ങാങ്കരയ്ക്ക് പോകാൻ വണ്ടി ഫ്രീ ആണ്, സാധനം എടുക്കാൻ ആളെ വിട്ടേരാം. അതല്ലെങ്കിൽ ആ സാധനം ഇല്ലാന്ന് പിൻവലിച്ച അടുത്തേക്കാം. ഇല്ലാന്ന് പിൻവലിക്കണമെങ്കിൽ സാധനം ഇല്ലാതിരിക്കണ്ടേ? അതെന്താ? ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്, ഒരുപാട് സീഡുകളുണ്ട് അതിന്റെ ഇടയിൽ, അതായത് സുന്നിയുടെ ഫസ്റ്റ് ക്ലാസ്സിന്റെ സീഡ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കരികിടയാണ്. അങ്ങനെ എത്ര ഞങ്ങൾ കണ്ടിട്ടുണ്ട് സഹോദര. എന്തിനാണ് അള്ളാന്റെ ദീനുണ്ടല്ലേ കളിക്കുന്നത്? ഇതൊക്കെ സംഘടനാ പ്രവർത്തനമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമാണ്. അള്ളാന്റെ ദീനിന് വേണ്ടിയല്ലേ സേവനം ചെയ്യുന്നത്? എന്തിനാണ് ഈ തരികിടയും തട്ടിപ്പോട്ട് നടക്കുന്നത്? എന്തിനാണ്? ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളാരും ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ, അദ്ദേഹത്തിന് കൊണ്ടുവരാൻ ആളെക്കില്ല പറയുന്നുണ്ട്. എന്ത് പറയുമ്പോൾ കൊണ്ടുവരാൻ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സിലാക്കും. എന്ത് 50 ദിവസം പോണ്ട, അതൊന്നും ഉണ്ടാവില്ല. സീഡി തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. ഒരു കുഴപ്പമില്ല, ഞാനത് ഒഴിവാക്കി. അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു, അത് പറയില്ല. അത് പറഞ്ഞ കാര്യം നടക്കില്ല. അത് ശരിയാണ്. ആരോപണം എന്നിട്ട് ഒഴിവാക്കി. ഇതെന്താ പരിപാടി? അള്ളാന്റെ ദീനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങളെമാരിക്ക് കുറെ ജിന്നും പിശാചുള്ളത്. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുമായിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ ഇഷ്ടം പോലെ വിട്ടുതരാൻ പറ്റിയ സാധനമല്ലത്. അതെ, അതെ. നോക്കാം, 2-3 ലാപ്ടോപ്പ് ഉണ്ട്, 3 ലാപ്ടോപ്പ് ഉണ്ട്. നമുക്ക് വേഗം പെട്ടെന്ന് സമയം തരാം. പെർമിഷൻ അനുവദിക്കുകയാണ്. എനിക്കൊരു 3 മണിക്ക് കോഴിക്കോട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ഞാൻ അതിന്റെ പേരില് എന്റെ ട്രെയിൻ മിസ്സായാലും ഞാൻ നിൽക്കാം. ഉസ്താദിനോട് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, തെരഞ്ഞോട്ടെ, ഞങ്ങൾ കൂടെ എന്താണ് കേരള ഇസ്ലാമിക് ക്ലാസുകൾ ലോകമെമ്പാടുള്ള ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വഹാബിസത്തിന്റെ തനി തട്ടിപ്പ് ആളുകളെ മുന്നിൽ വന്നുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സീഡിയുടെ വിഷയത്തിൽ പോലും ഈ തെറ്റിദ്ധരിപ്പിക്കലുണ്ടായെങ്കിൽ വിശുദ്ധമായ കിതാബുകളുടെ പേര് പറഞ്ഞ്, ഇബാറത്തിന്റെ പേര് പറഞ്ഞ് സാധാരണക്കാരായ ആളുകൾക്ക് ഇബാറത്ത് അറിയാത്ത ആളുകൾ, അറബി അറിയാത്ത ആളുകൾ അവരോട് പറയും, ഇങ്ങനെ ഖുർആനിലുണ്ട്, ഇങ്ങനെ കിതാബിലുണ്ട്, ഇങ്ങനെ ഹദീസിലുണ്ട്, ഇങ്ങനെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളുണ്ടെന്ന് പറയുമ്പോ പാപങ്ങൾ അറിയാതെ തെറ്റിദ്ധരിക്കുമെങ്കിൽ ഇതാണ് ഇവരുടെ തട്ടിപ്പെന്ന് ലോകം മനസ്സിലാക്കട്ടെ. ഇവിടുന്ന് മാത്രമല്ല, അൽഹംദുലില്ലാഹ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ സൗദിയിൽ നിന്ന് മനസ്സിലാക്കട്ടെ.
ഇടപെടരുത്. അത് നമ്മൾ പൂർണ്ണ സംരക്ഷണം. ആരും ഇടപെടരുത്. പൂർണ്ണ സംരക്ഷണം കൊടുക്കണം. അല്ല, നമ്മളെ പ്രവർത്തകന്മാർ ഇരിക്കണം. അവിടെ എല്ലാവരും ഇരിക്കണം. അതൊക്കെ നമ്മുടെ സംരക്ഷണം കൊടുക്കണം. അല്ലല്ല വലിയ പങ്കാളി അതൊക്കെ ഈമാന്റെ കൊണ്ടാണ്. ഒന്നും പറയണ്ട. എല്ലാവരും എന്താ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ ഇരിക്കും. എല്ലാവരും നമ്മളൊക്കെ പ്രവർത്തകന്മാർ അനുസരണ ബോധമുള്ളവരാണ്, അച്ചടക്കമുള്ളവരാണ്. മറ്റുള്ളവർ ആരെ പോലെയല്ല. എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അതിന്റെ സംരക്ഷണം എല്ലാവരും ഇരിക്കണം. നിങ്ങളവിടെ ഇരിക്കുക. എല്ലാവരും ഇരിക്കുക. ആരും സംരക്ഷിക്കണ്ട. ഇവിടെ സംഘാടകരുണ്ട്, നല്ല കഴിവുള്ള പ്രവർത്തകന്മാരുണ്ട്. ആരും ഇടപെടണം. ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരും. ഒരു മിനിറ്റ് എല്ലാവരും ഞാൻ പറയാം. പിന്നെ ഞങ്ങളെ ഏൽപ്പിച്ച് ശ്രദ്ധിക്കുക. ഞങ്ങളെ ഏൽപ്പിച്ച് ശ്രദ്ധിച്ച് നിങ്ങളുടെ ഉസ്താദന്മാരൊക്കെ അവിടെ എല്ലാവരും അത് കേട്ടിരിക്കുന്നു. ആരും എല്ലാവരും ഇരിക്കണം. ഇത് അതിന്റെ അപ്പുറത്ത് ഒരു പറയും ചെയ്യും. നമ്മൾ ക്ഷമിക്കുക. ദക്കരി പറഞ്ഞ എങ്ങനെ സഹിക്കുക? നമ്മൾ കുറേ ഞാൻ അതിന് വേറെ ലിസ്റ്റ് ബാക്കിയുണ്ടാവുക മുസ്ലിം ആരും ഇടപെടില്ല. നമ്മൾ അവനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നു. പ്രിയങ്കരനായനോട് നമ്മളൊരു കാര്യം കൂടി ചോദിക്കുന്നു. പനങ്ങാങ്ങരക്കാരൻ വീട്ടിനോട് ചോദിക്കുന്നു, ആ CD ഒന്നെങ്കിൽ കൊണ്ടുവരാൻ തയ്യാറ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇല്ല, അത് പിൻവലിക്കുന്നു നടത്തി ചോദിക്കണം. അല്ലാതെ രണ്ടാമത് കൊണ്ടമുഖം എങ്ങനെയാണ്? 1.5 മണിക്കൂർ തരണം. ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരുണ്ട്. പ്രോത്സാഹന്മാർ രണ്ടാൾക്കാർ. നാലോ അഞ്ചോ മൈക്കൊടുക്കണ്ട. എന്തിനാ ഓന് ഒന്ന് വെറുതെ പറയണ്ട. അതൊന്നും വേണ്ട. പറയാനുള്ള അവസരമൊന്നുമില്ല. അപ്പൊ നമ്മൾ അവർ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഇല്ലല്ല, മൈക്കൊടുത്ത് ഏർപ്പെടുത്തുന്നു. എന്തിനാണ് അതിന്റെ ആവശ്യമില്ല. വേണ്ട വേറെ പറയാനുള്ള അവസ്ഥ വേണ്ട. ഇവിടെ പരങ്ങാങ്ങരുടെ അടുത്താണ്. ആ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള വണ്ടി ഫ്രീ ആണ്. ആളെ നമ്മൾ കൊടുക്കാൻ നമ്മൾ പ്രാർത്ഥന്മാർ മാറിക്കും. ബാക്കിൽ മാറണം. നിർബന്ധമായിട്ട് മാറണം. ആ ബിസ്മില്ലാ. എനിക്ക് പോയി ഇല്ല, പോട്ടെ. പിൻവലിച്ചോളെ. അൽഹംദുലില്ലാ. സമസ്ത കേരള ജംഇയ്യത്തുലമയെ കുറിച്ച് ഒരു ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് പോലും സമസ്ത ഇന്നലകളിൽ പറഞ്ഞ ആദർശം തിരുത്തിനെ തെളിയിക്കാൻ കഴിയില്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനം അൽഹംദുലില്ലാ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇലാ യൗമിൽ ഖിയാമ കഴിയില്ല. കഴിഞ്ഞില്ലേ? വാക്കുകളൊക്കെ മാറി. എല്ലാവരും മാറി. ഇത്തരം ഇനി ആരുമുണ്ട്? ശ്രദ്ധിക്കുക. നമ്മളെ അവസരം കൊടുക്കും. നമ്മുടെ സമയത്തിന്റെ പരിമിതി 10 മണിക്ക് ശേഷം പെർമിഷൻ അനുവദിക്കാൻ നമ്മൾ എത്തുന്ന റെഡിയാണ്. നമുക്ക് പ്രശ്നമില്ല. ബാക്കി
പെർമിഷൻ വിഷയം നമ്മൾ ഏറ്റെടുക്കാൻ കഴിയില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം കഴിഞ്ഞു പെട്ടെന്ന് നിർത്തുന്നുണ്ടായാലും പറഞ്ഞാൽ അപ്പൊ അതിൽ നിർത്തുന്ന വെച്ചാൽ ഞങ്ങൾ പേടിച്ചു പറയാൻ നിൽക്കരുത്. അത് പറഞ്ഞു. അൽഹംദുലില്ലാ. ചോദിക്കും. ഇത് ചോദ്യം മുന്നോട്ട് പോകണേ. ഒരു 1.5 ആഴ്ച മുന്നേ ഇവിടെ മുജാഹിദ് മൗലവി പ്രസംഗിച്ചു. ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് വിശദീകരിച്ചു. അതെ, അതൊക്കെ ആഴ്ചയിലൊക്കെ 2 വ്യത്യാസം. الذين تدعون من دونه അല്ലാഹു നിർവഹിക്കുന്ന ബിംബങ്ങൾ ലാ യസ്തതിഊന നസ്റക്കും അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യം അല്ല. വലാ അൻഫുസഹും യൻസുറൂന അവർ അവരെ തന്നെയും സഹായിക്കുന്നില്ല എന്നു ബിംബങ്ങളെപ്പറ്റി അല്ലാഹു ബിംബാരാധനയുടെ നിരർത്ഥകത അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ സൂറത്തുൽ അഅറാഫിന്റെ 197-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അതെന്താ ഇവിടെ എന്തിനാണ് പറയേണ്ട ആവശ്യം? അടുത്ത ആയത്തും വിശദീകരിച്ചിട്ട് അതേപോലെ അല്ല. അപ്പൊ ഈ ആയത്ത് ഇസ്തിഗാസയെയും തവസ്സുലിനെയും ബാധിക്കുന്നില്ല. ഏതായത്ത്? സൂറത്തുൽ അഅറാഫിന്റെ 197-ാമത്തെ ആയത്ത് ഇസ്തിഗാസയെയും തവസ്സുലിനെയും ബാധിക്കുന്നില്ല. ഇനി അടുത്ത അന്നൽ മസാജിദിൽ അതോ അതിന്റെ ആയത്തോദ്യങ്ങൾ കുടുങ്ങും. സൂറത്തുൽ അഅറാഫിന്റെ 198-ാമത്തെ ആയത്തോദ്യ മൗദു വെറുതെ കുടുങ്ങാതെ നേരത്തെ കുടുങ്ങിയമായി. അന്നൽ മസാജിദ ലില്ലാഹ് പള്ളികൾ അല്ലാഹുവിന്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ അതുകൊണ്ട് അല്ലാഹുവിനോടൊപ്പം ഒരാൾ നിങ്ങൾ ദുആ നടത്തരുത്. അത് തവസ്സുലുമല്ല, സഹായതേട്ടമല്ലത്. ദുആ എന്ന് പറഞ്ഞാൽ സഹായതേട്ടമല്ല. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? എന്റെ പ്രസംഗം തുടക്കത്തിൽ തന്നെ ആ മൗലിയെ ഗണ്ണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ദുആ എന്ന് പറഞ്ഞാൽ ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു റബ്ബിൽ നിന്ന് അബ്ദ് അപേക്ഷിക്കുന്ന തേട്ടത്തിയ ദുആ. ഒരാൾ മഹാനോട് അല്ലെങ്കിൽ അവർ തമ്മിൽ സഹായം തേടുന്നതിനെ പറ്റി ശർഇന്റെ ഭാഷയിൽ ദുആ എന്ന് പറയില്ല. വേദശബ്ദത്തിൽ അങ്ങനൊരു അർത്ഥം ഇല്ല, അങ്ങനൊരു നിർവചനം ഇല്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരനായ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോ ഈ മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ചത് ഇതേ രീതിയിലാണോ? സമസ്തന്റെ ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ മാതിരി അതായത് അത് വിഗ്രഹത്തോടാണ് എന്ന് ഏതെങ്കിലും ഒരു മലയാളത്തിൽ എഴുതിയ ഏതെങ്കിലും ഖുർആന്റെ പരിഭാഷകൾ കുറെ ഇറക്കിയിട്ടുണ്ടല്ലോ, അതിലെവിടെയെങ്കിലും ഉണ്ടോ? അത് ഖുർആൻ തന്നെ പറയുന്നത്. പരിഭാഷ പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ. ഖുർആൻ പറഞ്ഞ സ്വീകരിക്കും. ഈ ആയത്തിനകത്തപ്പുറത്ത് ഖുർആൻ തന്നെ പറയണ്ടേ, വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ആ ബിംബങ്ങളെ സന്മാർഗ്ഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ ലാ യസ്മഉ അവർ കേൾക്കൂല. വതറാഹും അവരെ നീ കാണും. യൻദുറൂന ഇലൈക നിന്നിലേക്ക് തിരിച്ചു നോക്കുന്നതായിട്ട്. മരിച്ചുപോയ മഹാനായ തിരിച്ചു. അപ്പൊ എന്താ? കണ്ണും മൂക്കൊക്കെ ഉണ്ടാക്കി വെച്ച കൊത്തിവെച്ച ബിംബങ്ങൾ. ആ കൊത്തിവെച്ച ബിംബങ്ങളെ പറ്റി അന്ന് പറയാം അത് ബിംബങ്ങളാണ്, അല്ലാഹു ബിംബങ്ങളാണ്. എന്നാലും മൂപ്പർക്ക് സമ്മതം പരിഭാഷയിലുണ്ടോ? ഹലോ, സംസ്കാരം അപ്പൊ നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ, അതായത് നിങ്ങളുടെ ഭാഷയിൽ ഇസ്തിഗാസ അതിന് പ്രാർത്ഥന എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയില്ല. അപ്പൊ ഇസ്തിഗാസ അങ്ങനെ മരിച്ചുപോയ ഏതെങ്കിലും, അതായത് മരണപ്പെട്ടു പോയ മഹാന്മാരോട് അങ്ങനെ നടത്തിയതായിട്ട് ഖുർആന്റെ ആയത്തിൽ വല്ല രേഖയും ഉണ്ടോ? അപ്പൊ അൽഹംദുലില്ലാ നേരത്തെ തേടി പരിഗണിച്ചായിരിക്കും ഈ ആയത്തിൽ അംഗീകരിച്ചില്ലേ? ആയത്തംഗീകരിച്ചു. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താണ്? സുന്നികൾ നടത്തുന്ന നമ്മളെ ഇസ്തിഗാസയെ ഇവർ ആരോപിക്കുന്ന എതിർക്കുന്ന രീതിയിലുള്ള ഇസ്തിഗാസ ഇവരുടെ പുസ്തകത്തിൽ
അതിൽ പറയുന്നു, നമ്മളെക്കുറിച്ച് ഒരു ആരോപിക്കുന്ന ആരോപണമായ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഏതാണ്? മറഞ്ഞ മാർഗത്തിലൂടെ മനുഷ്യ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതിനാണ് നിങ്ങളുടെ പുസ്തകത്തിൽ, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെ മനുഷ്യന്റെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന. അപ്പൊ ആ നിരക്കുള്ള ആരും നടത്തിയ ഖുർആനിലുണ്ടോ? മനുഷ്യന് കഴിയാത്ത പലതും ചോദിച്ചു ഒരുപാട് തെളിവുണ്ട്. ഒന്ന് പറയാം. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ബൽഖീസ് എന്ന് പറഞ്ഞൊരു രാജ്ഞി ഇസ്ലാം മതം വിശ്വസിച്ചുകൊണ്ട് കടന്നു വരാണ്. ആ സമയം മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യോഗം വിളിച്ചു. സുലൈമാൻ നബി സഹായം തേടുന്നവിടെ, يا أيها الملأ أيكم يأتيني بأرشها قبل أن يأتوني مسلمين. എത്രയോ കിലോമീറ്ററുകളെ, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ബൽഖീസിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സിംഹാസനം ബൽഖീസ് മുസ്ലിമായിട്ട് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മളെ 7 കിലോമീറ്റർ, ആരാണ് കൊണ്ടുവന്നു തരുന്നത്? ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ടൊരു മല്ലം പറയുകയാണ്, സുലൈമാൻ നബിയെ ഞാൻ കൊണ്ടുവന്നു തരാം. എത്ര സമയം? അങ്ങിരിക്കുന്ന സ്ഥലത്ത് എണീക്കുമ്പോഴേക്ക് കൊണ്ടുവന്നു തരാം. സുലൈമാൻ നബിക്ക് തൃപ്തിയായില്ല. അപ്പോഴതാ ഒരു വലിയ എണീറ്റ് നിൽക്കുകയാണ്. ആ വലിയന്റെ പേര് ആസുൽ ബർഹിയ എന്ന് നിങ്ങളുടെ പല നേതാക്കന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. ആസുൽ ബർഹിയ പറയുകയാണ്, എന്താ പറയുന്നത്? ഞാൻ കൊണ്ടുവന്നു തരാം. അങ്ങയുടെ കണ്ണൊന്ന് വെട്ടിപിടിക്കുമ്പോഴേ. ഇത് സാധാരണ കഴിവാണ്. ഇത് എപ്പോഴോ തിരികൊണ്ടുണ്ടാവും ഇവിടെ. അത് എന്നിട്ട് മറ്റെന്താ അറിയാം, നേരത്തെ പോലെ തുറന്ന് കേൾക്കത്തുള്ള പ്രശ്നമൊക്കെ വന്നു. ഒന്ന് കേൾക്കുക, മനസ്സമാധാനത്തോടെ കുനിട്ടുകുത്തി. ഇനി അതിനെന്താ മറുപടി ചിന്തക്കൊന്ന് വാങ്ങിച്ച് നല്ല ഇടക്കുന്ന കേൾക്കുക. എന്നിട്ട് കണി പഠിച്ചോനെ പിടിവണ്ടേ, ഇവിടുന്ന് പോണ്ടേ, ഇതൊക്കെ നാളെ തീരുന്നില്ലോ, പഠിച്ചോനെ പോണ്ടേ. ഏതായാലും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ തേടിയത്? ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള സിംഹാസനം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോ ആസൂൽ ബർഹ് പറയുന്നു, നിങ്ങളെ പുസ്തകം എന്തേ പറഞ്ഞത്? അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന. ചുണ്ടുകളെ കൊണ്ട് ഒരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. സാധാരണ ഒരു മനുഷ്യനിക്ക് സാധിക്കാത്തൊന്ന് തേടുന്നതിന്റെ പേരാണെന്ന് പ്രാർത്ഥന. അപ്പൊ സുലൈമാൻ നബി ആലോചിച്ച് 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള സഞ്ചി, 2 വേണ്ട 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള സാധനം ഞാൻ പറയാം, കണ്ണ് വെട്ടി പിടിഞ്ഞ് കൊടുക്കുന്നവരുന്ന സാധാരണ കഴിവാണ്. സാധാരണ കഴിവാണ് എന്നാണോ ചോദിക്കുന്നത്? സുലൈമാൻ നബി ആരാണ്? ഇത് സാധാരണയാണോ? സാധാരണ കഴിവാണ്. ആണോ? അവിടെ ഇത് പറഞ്ഞേരേ. ഇത് ഞാൻ ചോദിക്കുന്നത്, 7 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്നത് കണ്ണ് വെട്ടിമുടിക്കുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരുന്ന പറഞ്ഞ മെയ്സൂന് കഴിയോ? സുലൈമാൻ നബി അപ്പൊ സാധാരണ കാര്യമാണോ? ഇപ്പൊ 2000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സാധനം കണ്ണൊന്ന് വെട്ടിമുടിക്കുമ്പോഴേക്ക് കൊണ്ടുവരാൻ ഈ സമയത്ത് എവിടെ പോകണം? 2000 കിലോമീറ്റർ തിരിച്ചു. ഇവിടെ പറയുന്നു അങ്ങനെ തേടുന്ന ഒരു പ്രാർത്ഥന അത് ശിർക്കാണ്. ഞങ്ങൾ അത് ചെയ്യാളത്തിന് വിശുദ്ധ ആ മഹാൻ പോയി കൊണ്ടുവന്നു. ഇത് ഞങ്ങൾ ഇവിടുന്നല്ല, പേരാമ്പ്ര മുജാഹിദ് സമ്മേളനത്തിൽ ഒരു സംവാദത്തിൽ ചോദിച്ചു. മുജാഹിദിന്റെ നേതാക്കന്മാർക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല, മുജാഹിദ് പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടുണ്ടോ മൈദൂർ താങ്കൾ
മുജാഹിദ് നേതാക്കളോട് ചോദിച്ചില്ലേ? ആ ഭാഗം കേൾക്കണം നിങ്ങൾ. നമ്മളവിടെ ചോദിച്ചു, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2000 മൈലുകൾക്കപ്പുറത്തുള്ള തേടിയത് അത് സാധാരണയാണോ? സാധാരണയാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചു, ഒരേ സ്റ്റേജില ഒരു ഭാഗത്ത് മുജാഹിദ് പണ്ഡിതന്മാർ, ഒരു ഭാഗത്ത് ഞങ്ങൾ നിൽക്കണം. അപ്പുറത്ത് വയസ്സായ പണ്ഡിതന്മാർക്ക് ഇപ്പുറത്ത് MT ഉസ്താദ് സാധുവായ ഞാനാണ്, കുറച്ച് കുട്ടികൾ ഇപ്പുറത്തുണ്ട്. ഞങ്ങൾ ചോദിച്ചു ആ അസ്ത്രീ നടക്കുന്നു മാറിക്കും. ഇവിടെ എല്ലാവരും സാധാരണക്കാരാണ്, ആർക്കും അങ്ങനെ കാണാൻ കഴിയില്ല, മാറി കൊടുത്തേ പറ്റൂ അല്ലേ? സാധാരണക്കാരാണ്. ഇതിപ്പോ ആർക്കും ഇതിൽ സാധാരണ പറയേണ്ട ആവശ്യമുണ്ടോ? 7 കിലോമീറ്റർ അപ്പുറത്തുള്ളതിനാണ് 1.5 മണിക്കൂർ ആലോചിച്ചത്. അപ്പൊ 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള സാധനം കൊണ്ടുവരുന്നത് എത്ര മണിക്കൂർ വേണം? വലിയ എത്ര പറഞ്ഞത്? ഇനി അത് വലിയല്ലെന്ന് അഭിപ്രായമോ? അൽവിലായത്ത് വൽ കറാമ മുജാഹിദിന്റെ പണ്ഡിത സഭ പുറത്തിറങ്ങിയ പുസ്തകത്തിൽ അത് എണീറ്റുന്നൊരു വലിയ കൊണ്ടുവരാൻ എവിടെ കിടക്കുന്നത്? 2000 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന. ഇത് സാധാരണയാണോ? ഈ രണ്ടാമത്തത് കേട്ടോ, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ രംഗം. ആ കാഴ്ച തിരിച്ചു കിട്ടാൻ മഹാനായ യൂസുഫ് നബി സ്വീകരിച്ച രീതി എന്താ? അദൃശ്യമായ രീതിയിലൂടെ ഒരു വസ്തുവിന്റെ ഗുണം പ്രതീക്ഷിച്ചില്ലേ? വസ്ത്രം ഊരിക്കൊടുത്തില്ലേ? കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ? എന്റെ ഈ കുപ്പായം കൊണ്ടുപോകൂ, എന്നിട്ട് ഉപ്പാന്റെ മുഖത്തിടൂ. അങ്ങനെ കൊണ്ടുപോയിട്ടാൽ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും. സാധാരണ കഴിവ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുടെ മുഖത്ത് ഉപ്പായിട്ട് കണ്ണിന്റെ കാഴ്ച ചുട്ടു. എന്നാ പിന്നെ അൽസലമോസ്തൊന്നും വേണ്ടല്ലോ. കണ്ണിന്റെ കാഴ്ച പോയോ ശത്രുര. അപ്പൊ അതിന്റെ അസാധാരണ കഴിവാണ്. എത്ര സംഭവങ്ങളാ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇത് ഞങ്ങൾ നേരെ ചോദിച്ചു, വല്ലതും പറയണ്ടായോ? വല്ലതും പറയണ്ടായോ? പറയാൻ കഴിയില്ല. എങ്ങനെ പറയാൻ കഴിയാനാണ്? പറയാൻ കഴിയില്ല. നമ്മൾ 2.5 മണിക്കൂറോളം 4 മണിക്കൂറോളം നമ്മൾ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഈ എത്ര സംഭവങ്ങൾ മറ്റൊന്ന് പറഞ്ഞു. മുത്തലിബിന്റെ കാര്യം ഖുർആന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ടൊന്നൊക്കെ വാഹനത്തിന് പോകുന്ന പ്രയാസം ഉണ്ടാക്കുന്ന നിയമപാലകന്മാർ നമ്മൾ സഹകരിക്കുന്നവരാണ്. അവരോട് നമ്മൾ സഹകരിച്ച് നിൽക്കണം. ആരും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത് എല്ലാവരും സഹകരിച്ച് നിയമപാലകന്മാരോട് നമ്മൾ സഹകരിക്കണം. അവർ പറയുന്ന അനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കഴിയുള്ളൂ. ഇന്ത്യ രാജ്യമാണ്. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥ. ഒന്നും നോക്കണ്ട, അവർ നമ്മൾ പറയണം, ക്ഷമ പാലിക്കാം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സഹാബത്ത് വന്നില്ലേ? അവരെ പലപ്പോഴും അദൃശ്യമായ രീതിയിലുള്ള ഗുണം തേടിയിട്ടില്ലേ? ഒരു സഹാബിന്റെ കാലിന്റെ എല്ല് പൊട്ടിയില്ലേ? ആ പൊട്ടിയ എല്ലുമായി കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നില്ലേ? നബിയോട് സങ്കടം പറഞ്ഞില്ലേ? എന്തിനാ നബിയോട് സങ്കടം പറയുന്നത്? കാലിന്റെ എല്ല് പൊട്ടി എന്തിനാ നബിയോട് പറയുന്നത്? നബി ഡോക്ടറാണ്, MBBS പാസ്സായ ഒരു ഓർത്തോന് ഡോക്ടറാണ്. അല്ലല്ലോ. അലകി വെച്ച് കെട്ടിക്കൊടുക്കുന്ന, തൈലം തേച്ച് കൊടുക്കുന്ന വൈദ്യരാണോ? പിന്നെയോ അസാധാരണ രീതിയിലൂടെ മുത്തനബി സഹായിക്കുന്ന പ്രതീക്ഷയോടുകൂടെ മുത്തനബിയോട് പറഞ്ഞപ്പോ നബി എന്തേ പറഞ്ഞത്? പൊട്ടിയ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിക്കൊടുത്തു. തടവിയപ്പോൾ അങ്ങനെ ഒരു അസുഖം തന്നെ ഇല്ലാത്ത വിധം, അങ്ങനെ ആവരാതി പറയാത്ത വിധം പൂർണ്ണമായി ഭേദപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, സാധാരണ കഴിവ കാലിന് എല്ല് പൊട്ടിയ തടവ്, എന്നാ പിന്നെ നാട്ടിലേക്ക് എല്ല് പൊട്ടുണ്ടാക്കും തടവി കൊടുത്താൽ മതി. അപ്പൊ എന്താ അസാധാരണ രീതിയിൽ നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞു അങ്ങനെ തേടിയാൽ തേടണ്ട, ചുണ്ടൊന്നും ചലിക്കണ്ട, അങ്ങനെ പ്രതീക്ഷിച്ചത് പറഞ്ഞില്ലേ? എന്ത് വേണ്ട, ചുണ്ടുകളെ കൊണ്ട് ഒരുവിട്ടാലും ഇല്ലെങ്കിലും ചോദിക്കാൻ പോലില്ല. ഇത് മാറ്റിത്തരണം, ചോദിക്കൂടി വേണ്ട. അസാധാരണ രീതിയിലുള്ള സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ, ആ വിശ്വാസം ഉണ്ടായാൽ തന്നെ ആരാധനയാണ്. ആരാധന വന്ന ശിർക്കാണ്. നിങ്ങളെ പുസ്തകം പറയുന്നു, ഇതാ
ഞങ്ങള് പേരാമ്പുറ കൈയോടെ പിടികൂടിയത് ഉണ്ടാൻ കഴിഞ്ഞില്ല. ഈ ഒന്നുകൂടി പറയട്ടെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ സുബ്ഹാനല്ലാഹ് മുത്തുനബിയുടെ ജുബ്ബ എടുത്തില്ലേ സഹാബത്ത്, സൂക്ഷിച്ചില്ലേ സഹാബത്ത്? ആ ജുബ്ബ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയില്ലേ, കൊടുത്തില്ലേ, കുടിച്ചില്ലേ, രോഗം മാറിയില്ലേ? ഇത് സാധാരണയാണോ അസാധാരണയാണോ? ഞങ്ങൾ പേരാമ്പ്രയിൽ ചോദിച്ചു, എന്തേ മുജാഹിദിന്റെ പല നേതാക്കന്മാരും മരണപ്പെട്ടു പോയിട്ട് APS ഖാദർ മുറി മരണപ്പെട്ടു പോയിട്ടില്ലേ? APS കോയ മുതലിന് മുമ്പ് എത്രയോ നേതാക്കന്മാര് മരണപ്പെട്ടു പോയിട്ടില്ലേ? അവരാരുടെയെങ്കിലും കുപ്പായം ജുബ്ബയെന്ന് വെള്ളത്തിൽ മുക്കാൻ, ഒന്ന് കുടിക്കാൻ മുജാഹിദികളെ തയ്യാറുണ്ടോ? മുജാഹിദിന്റെ നേതാക്കന്മാരെ കുടിച്ചാൽ രോഗം വളരെ തയ്യാറായി. ഞങ്ങൾ അവിടുന്ന് ചോദിച്ചു, ഏതിലൊന്നും നിങ്ങൾ കേട്ടുള്ളൂ? പറയട്ടെ എന്തേ തൊടാതിരുന്നത്? എന്തേ മിണ്ടാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെ നസറുദ്ദീൻ റഹ്മാനി അനീഫ് കായിക്കോടിനെ വയർപ്പെടുത്തിട്ട് നെർജു ബറക്കത്ത് ഹോലിസിബിയാൻ എന്ന് പറയാൻ ധൈര്യമുണ്ടോ? സാധാരണ കഴിവാണെങ്കിൽ മനുഷ്യ കഴിവിൽപ്പെട്ടതാണെങ്കിൽ അനീഫ ഞങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ വേർക്കുന്നുണ്ട്. ഒന്ന് വാ നസറുദ്ദീൻ റഹ്മാനി, ഒന്ന് കുപ്പിയിലാക്കെ, എന്നിട്ട് പറയേ നെർജു ബറക്കത്ത് ഹോലിസിബിയാനിന. മാത്രല്ല ഞങ്ങളെ കുട്ടികൾക്ക് സുഗന്ധമാണ്. അനീഫ എന്റെ വേർപ്പ് കുപ്പിയിലാക്കുന്ന അവസ്ഥ അതായിരിക്കും. അന്ന് കുപ്പിയിലാക്കോ? തിരുപിയുടെ വേർപ്പതാ സഹാബത്ത് കുപ്പിയിലാക്കുന്നു. പറഞ്ഞ വാക്കെന്താ? നെർജു ബറക്കത്ത് ഹോലിസിബിയാനിന. ഞങ്ങളെ കുട്ടികൾക്ക് ബറക്കത്താണ്. വിയർപ്പ് കൊണ്ട് അസാധാരണ ഗുണം പ്രതീക്ഷിക്കുന്നു സഹാബത്ത്. പറയണ്ടേ അത് ശിർക്കാണെന്ന് പറയണ്ടേ? അവർ കാഫറാണെന്ന് പറയണ്ടേ? ഏർപ്പെടുത്തിട്ട് ഒന്ന് ചെയ്യ് നിങ്ങളെ, കഴിയോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് തൊടാതിരുന്നത്. മറ്റൊന്ന് ബഹുമാനായ MT അബൂബക്കർ ഓതിയുടെ ആഴ്ചയുടെ ആദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, KM മോനെ മരണപ്പെട്ടു പോയിട്ട്, വക്കം മോനെ മരണപ്പെട്ടു പോയിട്ട്, അതെങ്കിലും കഴിഞ്ഞുപോയ ഏതെങ്കിലും മരണപ്പെട്ടു പോയിട്ട്, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ AP അബ്ദുൽ ഖാദറുടെ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ അനീഫ തയ്യാറുണ്ടോ? നസറുദ്ദീൻ റഹ്മാൻ തയ്യാറുണ്ടോ? ഇല്ല. അവരോട് ചോദിച്ചിട്ട് മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യത്തിനോട് മറുപടി സാർ, ഞാൻ എന്താ ചോദിച്ചത്? മരണപ്പെട്ടു പോയ നിങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന വഫാത്തായി പോയുള്ള ഇസ്തിഗാസ, അതിന് ഉദാഹരണം ഖുർആനിലെ ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്തിനാ ഇങ്ങനെ? അതായത് ആരാണ് ഇത് നിങ്ങൾക്ക് ചോദ്യമാണോ ഇസ്തിഗാസയാണോ? അതായത് സുലൈമാൻ നബി നടത്തിയ നിങ്ങൾക്ക് വാദമുണ്ടോ? തഫ്സീറുകളുടെ ചോദ്യമാണെന്നുണ്ടോ? അതോ ഞാൻ വെല്ലുവിളിച്ചതാണോ? അതാ സുലൈമാൻ നബിനെക്കാട്ടിലും അറിവില്ല ഒരാൾ ആ സദസ്സിലുണ്ട് എന്നാണോ നിങ്ങളുടെ വാദം? ശരി, അത് നിങ്ങൾ ഗ്യാരണ്ടി ആയിട്ട്, അതായത് വേറെ ആരും ഒരു മുൻകാല ഒരു പണ്ഡിതനും ഇതിനെതിര് പറഞ്ഞിട്ടില്ല. സുലൈമാൻ നബിക്ക്, അതായത് ജിന്നിനാവട്ടെ അല്ലെങ്കിൽ കാറ്റാവട്ടെ എല്ലാം അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ലോകത്ത് പിന്നെ ആർക്കും ചെയ്തു കൊടുക്കാത്ത പല നിയമത്തുകളും സുലൈമാൻ നബിക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നു. ആ സുലൈമാൻ നബി മുന്നിൽ നിൽക്കുന്ന ആ ജിന്നിനോടാവട്ടെ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ പറയുന്ന പോലെ അവരോടാവട്ടെ, ആ ചോദ്യം ഇസ്തിഗാസയാണോ അതോ വെല്ലുവിളിച്ചതാണോ? എനിക്കിങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന്, അതുകൊണ്ടാണല്ലോ സാധനം എത്തിക്കുന്ന ഹാദാമിൻ ഫദ്ലുർ റബ്ബി എന്ന് സുലൈമാൻ നബി പറഞ്ഞത്. ഇത് നിങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ നിന്ന് പറയാം. എന്താ പറയേണ്ടത് വെച്ചാൽ ഇത് ഇസ്തിഗാസയാണ്. ഈ ഇസ്തിഗാസ മരിച്ചുപോയ ഏതോ ജിന്നിനോടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. മരിച്ചുപോയ ആയിക്കോട്ടെ, മരിച്ചുപോയ അല്ലെങ്കിൽ വഫാത്തായി പോയ ആളുകളോട് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ, ഇതും അതും മറ്റേ സാമ്യാണ് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ചോദിച്ചു ഇത് ഞങ്ങൾ ആദ്യം ഞങ്ങളിവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ അമ്പിയാക്കളോട് ഇസ്തിഗാസ നടത്തുന്നത്, തവസ്സ് നടത്തുന്നത് ഈ ആയത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചത് ഇസ്തിഗാസ തെളിവുണ്ടോ? നിങ്ങളല്ലാന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല, അല്ലേ? ഇപ്പോഴാണ് മരണപ്പെട്ടു പറഞ്ഞത്. അത് ഞാൻ ആദ്യം പറഞ്ഞില്ല. നിങ്ങൾ എടുത്തു നോക്കണേ, മരണപ്പെട്ടു പോയെന്നുണ്ടാവും. വേണ്ട, നിങ്ങൾ ഇവിടെ റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ, ആരെങ്കിലും മൊബൈൽ ഉണ്ടാവുമല്ലോ. എന്തിനാ വെറുതെ കഥ പറയുന്നത്? ജീവിച്ചിരിക്കുന്നവർ ഓക്കെ എന്താ ചോദിച്ചു? ജീവിച്ചിരിക്കുന്നവരും മരിച്ചു വരുന്നു.
അല്ല ഞാൻ ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുന്ന ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടല്ലേ സഹായം ഇല്ല ഷിർക്കാണെന്നില്ല. അൽഹംദുലില്ലാ പാണക്കാട് പോയി ചോദിക്കാം. പാണക്കാട് തങ്ങളുണ്ടെങ്കിൽ തങ്ങളോട് ചോദിക്കല്ലോ, നമ്മൾ ചോദിക്കില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളോട് സഹായം തേടുന്നത് കുഴപ്പമില്ല. ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളോട് സഹായം തേടുന്നത് കുഴപ്പമില്ല. ജീവിച്ചിരിക്കുന്ന ആളുകളോട് അവരുടെ ഇതിലുള്ള ചോദ്യങ്ങൾക്ക് ചോദിക്കണം. ഇനി അതൊരു അവരുടെ കഴിവില്ല, ഒന്നും ഒപ്പിച്ചിട്ടില്ല. അവരുടെ കഴിവപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തരാന്. അതല്ല ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളോട് അസാധാരണ രീതിയിലുള്ള വിഷയങ്ങൾ സഹായം തേടാൻ പറ്റും. അസാധാരണ രീതിയിൽ സഹായം തേടുകയോ? ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളോട് സാധാരണ ഒരു മനുഷ്യനിക്ക് സാധിക്കാത്തൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ? അവരോട് ചോദിക്കാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ അതാണ് ചോദിച്ചത്. സുലൈമാനോട് ചോദിച്ചില്ലേ? അതാണ് വീണ്ടും പറഞ്ഞത്. അത് ചോദ്യമാണോ വെല്ലുവിളിയാണോ? മുൻകാലത്ത് നിങ്ങൾ ചോദ്യം പറ്റില്ല. ആ പാടില്ല. അത് ചോദിച്ചിട്ടില്ലല്ലോ. അത് സുലൈമാനിൽ വിളിക്കുന്നു, ഓ ജനങ്ങളെ, ഞങ്ങൾ മാത്രമല്ല അയ്യക്കും എഴുത്തീനി, നിങ്ങൾ ആരാരെ കൊണ്ടുവരിക. അള്ള ചോദിച്ചു. ചോദിച്ചോണ്ടല്ല ജിന്ന് പറഞ്ഞത്. അപ്പോഴല്ലേ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളെ ഖുർആൻ പരിഭാഷയിലതുപോലെ പറഞ്ഞാൽ ഒരു മല്ലൻ എണീറ്റുന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ ഞാൻ കൊണ്ടുവന്നു തരാം. കബലം തഖൂമമിൻ മഖാമിക, അങ്ങേരിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോഴേക്ക് കൊണ്ടുവരാ. അപ്പോഴാണ് വലിയ പറഞ്ഞ് അതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവരാ. കബല അങ്ങയുടെ കണ്ണെന്ന് വെട്ടിപിടിക്കുമ്പോഴേ കൊണ്ടുവരാ. പറഞ്ഞിട്ടില്ലേ? അത് സുന്നത്തെ വിശ്വാസം. ഞങ്ങളൊക്കെ തന്നെയാണ്. മുഹിദ്ദീൻ ശൈഖിനോട് തേടിയാലും അമ്പറത്തെ തങ്ങളോട് തേടിയാലും നമ്മളെന്തേ പറയാറുള്ളത്? മുഹിദ്ദീൻ ശൈഖിന് സ്വന്തമായിട്ടൊരു കഴിവില്ല, അമ്പറത്തെ തങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവില്ല. 1000 വട്ടം വിളിക്കുമ്പോ ഇടക്കിടക്കുമ്പോൾ പറയില്ലേ, ഇല്ലാഹി അന്ത മഖ്സൂദി റിളാക മത്ലൂബി. ഇല്ല ഇല്ല ശൈഖേ, ലക്ഷ്യമാരാണ്, അള്ളയാണ്, അള്ളയാണ്. അതന്നെയാണ് സുലൈമാൻ നബി പറഞ്ഞത്, നാദാ മിൻ ഫദ്ലി റബ്ബി. ഔലിയാപ്പാപ്പാകളെ സ്വന്തം കഴിവല്ല. നബി ചോദിച്ചിട്ടില്ല. സുലൈമാൻ നബി ചോദിച്ചതാണ് നിങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് പറയും. വേറെ ഒരു തഫ്സീറിലും അത് വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു. ആർക്കറിയാം? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പറഞ്ഞതിന് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരിക്കലും നിങ്ങൾ തിരിച്ചു പറഞ്ഞത് നമുക്ക് കാണിക്കാലോ. ഇപ്പൊ ഞാൻ കൊണ്ടുവരുന്ന പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ചോദിക്കാൻ നിൽക്കും. അപ്പൊ അത് ഞാൻ പറയില്ല. നിങ്ങൾ ഒരു കാര്യം പറയും. അതായത് മുൻകാലത്ത് കഴിഞ്ഞു പോയി 1003 ഇറങ്ങിയതല്ലോ, 1400 വർഷം മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ മുജാഹിദ് പ്രസ്ഥാനം അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ മറ്റേ കെ എം മൗലവി അല്ല. ആരാ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ? കെ എം മൗലവിയാണ്. അല്ല, മുജാഹിദ് പ്രസ്ഥാനം അന്നേ ഉള്ളതാണ്, ആദർശം എന്നുള്ളതാണ്. ഈ സാധുവിന് അല്ലറ ചില്ലറ പ്രശ്നമൊന്നുമല്ല കേട്ടോ. ഭയങ്കര ചികിത്സ ഇവരുടെ എല്ലാ പുസ്തകത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ്, സംഘടനാ ലെവലില് സ്ഥാപക നേതാവാണ്, ഒന്നാമത്തെ പ്രസിഡന്റാണ്. സ്ഥാപക സ്ഥാപിച്ച ആള്, അതിനെ പച്ച മലയാളം ഉണ്ടാക്കിയ ആള്. മലയാളം മുജാഹിദ് പിന്നണ്ടേ അദ്ദേഹത്തിന്റെ അൽബിലായത്ത് വൽക്കറാമയാണ് തെളിവുദ്ധരിക്കുന്നത്. വിശദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ സുലൈമാൻ നബി സഹായം തേടി ചോദിച്ചു, സമ്മതിക്കാൻ കഴിയില്ല. എന്നാ ഇതിനെ കുറിച്ച് എന്താ പറയാ?
ആയത്തിന്റെ അർത്ഥം ഞാനല്ല വെക്കണ്ടേ? ആയത്തിന്റെ അർത്ഥം നിങ്ങൾ വെച്ചാൽ ഞാൻ അംഗീകരിക്കും, ഞാൻ വെച്ചാൽ നിങ്ങൾ അംഗീകരിക്കും. മുൻകാലത്ത് ഞാനതാ പറഞ്ഞത്. മുൻകാലത്ത് 1400 വർഷമല്ലോ ഈ ആയത്തോടെ കണ്ടിട്ട്. ഈ 1400 വർഷത്തിന്റെ അടിയിൽ ഒരു തഫ്സീറിലും അത് വെല്ലുവിളിയല്ല, അത് സഹായം തേടിയതാണ് എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ ഇവിടുന്ന് പറയും. അത് ഞാൻ റിക്കാർഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിനാ ഞാൻ പറഞ്ഞത് മുൻകാല തഫ്സീറുകളൊക്കെ ഉപരി തഫ്സീർ നിങ്ങൾക്ക് അർത്ഥറിയില്ലായിരുന്നു. അതിനാണ് സ്വന്തം നേതാവ് KM ഉള്ള പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്നും ആ ചോദ്യത്തിന് ആസിഫ് ബർഹിയ കൊണ്ടുവരാന്ന് പറഞ്ഞു എന്നും ഞാൻ നിങ്ങളുടെ പുസ്തകം ഉദ്ധരിച്ച് പറഞ്ഞുതരാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്നും അപ്പോൾ ആസിഫ് ബർഹിയ എണീറ്റു ആസിഫ് ബർഹിയ കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്നും നിങ്ങളുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചത് എന്താ, നിങ്ങൾ അവിടുന്ന് പറയണം. അതായത് ഇതുവരെ ഒരു തഫ്സീറിലും ഒരു പണ്ഡിതനും ഇത് വെല്ലുവിളിയല്ല. സുലൈമാൻ നബി എന്നല്ല, എനിക്ക് ജിന്നിനെ കീഴ്പ്പെടുത്തിയിരുന്ന ഞാൻ പറയില്ല ജിന്നിനോട് പോയി കൊണ്ടുവരുന്നു. മനുഷ്യനെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങളും ജിന്നിന് കഴിയുന്നില്ല. ലോകത്ത് എല്ലാവർക്കും അറിയില്ല. ജിന്നല്ല മനുഷ്യനാണ്. ജിന്ന് കാണുമൊക്കെ ജിന്നെ ആകെ ജിന്ന്. ആദ്യം ജിന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവരാ, ജിന്ന് പറഞ്ഞു എണീങ്കിലും കൊണ്ടുവരാനാണ്. ആസ്മുൽ ബർഹിയ എന്ന് പറയുന്ന വലിയ പറഞ്ഞത് അങ്ങയുടെ കണ്ണ് വെട്ടി വിളിക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാ. ഇതിപ്പോ ആർക്കും ഞാൻ പനങ്ങാട് കിടക്കുന്നത് കൊണ്ടുവച്ചു ചോദ്യല്ലേ സുലൈമാൻ കൊണ്ടുവച്ചു. ചോദ്യാകണമെന്നില്ല, പുസ്തകം പറഞ്ഞെന്താ ചോദിക്കണമെന്നില്ല, ചുണ്ട് അനങ്ങണമെന്ന് പോലില്ല. അസാധാരണ ഗുണം പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കാണ്. അതെ, ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തത് ഇൻസിന്. അതിനോട് അവിടെ അന്നിപ്പോ നിങ്ങൾ പറഞ്ഞ ഈ മഹാന് അതായത് സുലൈമാൻ നബിനെക്കാട്ടിലും കഴിവുണ്ട് എന്നാണോ നിങ്ങളുടെ വിശ്വാസം? അത് വേറെ ചർച്ച. കഴിവുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം. ഒരാള് ഇത് എനിക്ക് കഴിവുണ്ടെങ്കിലൊന്നും പറഞ്ഞില്ല, ഇതിന് കഴിവുണ്ടെന്ന് പറഞ്ഞില്ല. അദൃശ്യമായി നിങ്ങളെ പുസ്തകം വെച്ചോണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോകല്ല. നിങ്ങളായിരിക്കും അവിടെ ഉണ്ട് മണിക്കൂർ വേണം എന്നല്ല പറയുന്നു. അദൃശ്യമായ രീതിയിലൂടെ അദൃശ്യമായ അബോധ്യമായ മാർഗത്തിൽ ഒരു ഉപകാര ലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹം മതി. അവിടെ ചുണ്ടുകൊണ്ട് ഒരു വിട്ടാൽ ശരി, ഇല്ലെങ്കിലും ശരി ചോദിക്കണമെന്നില്ല. ഇവിടത്തെ അവിടെ ജിന്നില്ല, ഹിൻസ് എന്നില്ല. മറ്റൊരാളോട് അദൃശ്യമായ രീതിയിലൂടെ അഭൗതികമായ രീതിയിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിലൂടെ സഹായം കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടായാൽ അത് തന്നെയാണ് നിങ്ങളെ പുസ്തകമാണ്. അല്ലെങ്കിൽ ഇത് ശരിയല്ല. സത്യങ്ങൾ പറയും ഒന്നുമില്ല. വെറുതെ നിങ്ങൾ നോക്കില്ല. മൈദൂനെ ശല്യപ്പെടുത്തുന്ന മൈദൂൻ എന്തെങ്കിലും ചോദിക്കാം. ആ പറഞ്ഞ അദൃശ്യം, അതായത് രണ്ടുവിധം അദൃശ്യമുണ്ട്. ഉണ്ട്. അത് ഒന്ന്, അതായത് നമ്മൾ സാധാരണ നമുക്കറിയാവുന്നത് മറ്റാൾക്കും ചെയ്യാൻ പറ്റാത്തതും എല്ലാ അദൃശ്യങ്ങളുണ്ട്. അതായത് ഒരു കാര്യം, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ സാധനങ്ങളെ കുറിച്ചിട്ട് ഇപ്പോ എനിക്ക് വേറെ വഴിക്ക് കൂടിയൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് മറവിലാണെങ്കിലും എനിക്ക് തെരഞ്ഞു കണ്ടുപിടിക്കാനുള്ള സജ്ജീകരണം ഉണ്ട്. എനിക്കിപ്പോ എന്ത് പറയാം, ഗൈബിയായ വിഷയമാണെന്ന് പറയാം. ഈ ജിന്നും ഇതൊക്കെ സുലൈമാൻ അത് സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിനെ അദൃശ്യമായ രീതിയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇതാക്കിയിട്ടുണ്ട്. അവിടെ മനുഷ്യനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോ മനുഷ്യന്റെ അപ്പുറത്തുള്ള കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുൻകാലത്ത്. അത് മുജാഹിദ് പ്രസ്ഥാനം സുന്നികളും സമസ്തക്കാരും നടത്തിയിട്ടുണ്ട് പലരും. ആരോടെ പറഞ്ഞിട്ട് അതെ എല്ലാ വൈകുന്നില്ല കാര്യങ്ങള്. അതായത് ഇപ്പൊ മനുഷ്യന്റെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ പുസ്തകത്തിൽ പറഞ്ഞെന്താ കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി സാധാരണ ഒരു മനുഷ്യന്റെ കഴിവുകൾക്ക് അതീതമായി കൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്താ?
കാര്യകാരണം ബന്ധം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റേതായിട്ടുള്ള കഴിവുകളും ഉണ്ട്. അതെ, അതേപോലെ 2000 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന സാധനം കണ്ണ് വെട്ടിവിളിക്കും തുറന്ന് കൊണ്ടുവരും, കണ്ണടച്ച് തുറക്കുമ്പോഴേ കൊണ്ടുവരും. സാധാരണ മനുഷ്യന്റെ കഴിവാണോ? ആണല്ലോ. അത് ആ കണ്ണ് മിഴിച്ച് തുറക്കുക എന്ന് പറഞ്ഞത് അതായത് സുലൈമാൻ നബിയെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 2000 കിലോമീറ്റർ അപ്പുറത്തുള്ളവർക്കൊരു സാധനം കണ്ണടച്ച് തുറക്കുമ്പോഴേ കൊണ്ടുവരൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമാണോ അതീതമാണോ? ഒരു മനുഷ്യർക്ക് സാധിക്കുമാണോ സാധിക്കാത്ത? മനുഷ്യന് കഴിയില്ല, സൃഷ്ടികളിൽ പലർക്കും കഴിയും. ആസുവിന് പറഞ്ഞ മനുഷ്യനാണോ അല്ലേ? ആസിഫിന് പറയാൻ കൊടുക്കുന്നത് എന്നുള്ളത് ആസുവിന് പറയും മനുഷ്യനാണോ അല്ലേ? മനുഷ്യനാണെന്നാണ് ആ മനുഷ്യനാണ് കൊണ്ടുവന്നതെന്ന് മുജാഹിദിന്റെ സ്ഥാപക നേതാവാണ് പറയുന്നത്. സാക്ഷാൽ കെ മൗലവി. നിങ്ങളെ ജമിയത്തിന് മറിച്ച് പുസ്തകമാണ്. എന്തിനാ സഹോദര ഇതൊക്കെ അറിഞ്ഞിട്ടും വെറുതെ ഇങ്ങനെ എന്തിനാണ് ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം? അതിന് വേറെ എന്തെങ്കിലും ഓരോ മറുപടി പറയാറില്ല. അല്ല അത് മനുഷ്യനല്ല, അത് ജിന്നായിരുന്നു, ഒരാളും പറയാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനാണ് പടപ്പ് ഇങ്ങനെ വെറുതെ ദുരിയാക്കാൻ? എന്തിനാണ് വെറുതെ പൂർവികരെന്ന് പഠിപ്പിക്കാത്ത സാധാരണ ഒരു മനുഷ്യനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ് മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സാധനം. ഇനി ഒരു മിനിറ്റ്, സുലൈമാനിക്ക് സഹായം ചെയ്തപ്പോൾ എല്ലാവരും മലവ് എന്ന് പറഞ്ഞ വെല്ലുവിളി നടത്താം. മലവ് എന്ന് പറഞ്ഞാല് വെല്ലുവിളി നല്ല സഹായത്തായിട്ടാണെങ്കിൽ അള്ള സഹായം തേടി എന്ന് പറഞ്ഞില്ല. നിങ്ങളിപ്പോ ആസുവിൻ വർക്കിയ എവിടെ പറഞ്ഞില്ലേ? കിതാബ് ഏത് തഫ്സീറിൽ വെച്ച് കേട്ട തഫ്സീർ കേട്ടോ? തഫ്സീർ ബൈദാവിൽ പറയുന്നു ആസുവിന് ബർഖിയയാണ്. ആസുവിന്റെ ഒരു കിതാബാണ്. എനിക്ക് പറ്റൂല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഇല്ല സ്വീകരിക്കില്ല. കാരണം അത് സഹായത്തായിട്ടാണെന്ന് നിങ്ങൾ പറയില്ല. ഈ സാധിക്കാൻ പറഞ്ഞ ജിന്നുകളെ മനുഷ്യനാണ് ഏത് കിതാബിലുള്ളത്? നമ്മൾ കിതാബ് എന്താ ചോദിച്ചാൽ അതായത് അതൊക്കെ പറയും. ആരോട് അതാ സാധുവിന്റെ അവസ്ഥയാണ്. അത് ഞാൻ ആദ്യം തന്നെ ഇവന്റെ തനി നിറം എനിക്ക് മനസ്സിലാക്കി തന്നെ. ഇവരെ തനി നിറം ആദ്യം മനസ്സിലാക്കുന്നറിയോ? നിങ്ങൾ ആരോടല്ല എല്ലാവരും ഇതാ മനുഷ്യനാണോ ചോദിച്ചു. ആ മനുഷ്യന്റെ പേര് ആസുവിന് ബർഹിയാണ്. കിതാബാണിത്. കിതാബ് തിരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് കിതാബ് എന്ന് തിരിക്കുന്നു. അറബി വായിക്കാൻ അറിയോ? ഇപ്പൊ കിതാബ് ഞങ്ങൾ തിരിച്ചു, കേയമുള്ള പുസ്തകം ഞങ്ങൾ തിരിച്ചു. ഇതെന്ത് പറയേണ്ടത്? വാക്കിലുണ്ടായിരിക്കും, നിങ്ങളുണ്ടായിരിക്കും. ചോദിക്കട്ടെ. അവർ ചോദിക്കുമ്പോഴാണ് മുജാഹിദിന്റെ തനി നിറം ഇവിടുത്തെ മുജാഹിദിൽ മനസ്സിലാക്കട്ടെ. മുജാഹിദിന്റെ കയ്യിലുള്ള എന്താണെന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കട്ടെ. ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, അതായത് ഒരു തഫ്സീറിലും അത് സഹായത്തായിട്ടും അല്ല, അത് വെല്ലുവിളിയാണെന്ന് എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾ പറയും. എന്താ പറയാൻ കഴിയാത്ത നിങ്ങൾക്ക്? വെല്ലുവിളി എഴുതിയിട്ടില്ലെന്നുണ്ടോ? നമ്മൾ പറഞ്ഞ വിഷയം നിങ്ങൾ ചോദിക്കാൻ ഞാൻ ഇങ്ങനെ പറയുമ്പോ അത് എഴുതിയിട്ടില്ല വേറെ ജിന്നിനെ കഴിയുള്ള മനുഷ്യനെ കഴിയില്ലാന്ന് പറഞ്ഞു. മനുഷ്യ അവന് ബർഹിയ നിങ്ങളുടെ നേതാവായ കേമല പുസ്തകം പറഞ്ഞു. അതിനെ കുറിച്ച് പറയേണ്ടത് ഇവരെന്തായി എന്തേലും പറയുന്നത്? അതൊക്കെ അതിനെക്കുറിച്ച് എന്തേലും പറയണ്ടേ? ക്ലിപ്പ് കാണൂല്ലോ, ക്ലിപ്പ് മാറും എല്ലാവരും മാറി. അത് ഇവന്റെ ഞാൻ പറഞ്ഞേ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു ഇവന്റെ ശൈലിയാണ്. നമ്മൾ ഒന്ന് പറഞ്ഞ വേറെ പറഞ്ഞ് കഴിച്ചില്ലാകുന്നില്ല. അതിനാണ് കയ്യോടെ ഞാന് ആ സീഡി പിടികൂടി തന്റെ മെയ്തുവിന്റെ തനി നിറം സമുദ്രം ബോധിപ്പിച്ചു. ഇപ്പൊ കണ്ടോ, നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പുസ്തകം മലക്കാകണമെന്നില്ല, ഒന്നും വേണ്ട. അസാധാരണ ഗുണം പ്രതീക്ഷിക്കണം. തേട്ടം മനസ്സിലുണ്ടായ മതി, ചോദിക്കണ്ട. നാവ് ഉരുളണ്ട, ചുണ്ടളകണ്ട, ഒന്നും വേണ്ട. മനസ്സിലാ തേട്ടുണ്ടായാൽ മാത്രം. ഇനി ഒന്ന് ഞാൻ പറഞ്ഞ സംഭവം, രണ്ട് ഇനി കേട്ടോ, ഇനി തേടി തന്നെ മനസ്സിന് തേട്ടം കേട്ടോ. നെർജു പറക്കത്തൂലി സബിയാനിന
ആ വിയർപ്പിന്റെ ബർക്കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ മനസ്സിലാക്കി പറഞ്ഞവർക്ക് ആഗ്രഹം പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു നിങ്ങളെല്ലാവരും നിങ്ങൾക്കിപ്പോ നേരിട്ട് അവരെ കാണാൻ താല്പര്യമുള്ള സമ്മതിച്ചു, നിങ്ങളെ ഇഷ്ടവും താല്പര്യങ്ങളും സമ്മതിക്കുന്നു. പക്ഷേ പരിപാടി വിജയത്തിന് വേണ്ടി ഒന്ന് കുറച്ച് 2 ക്ലിപ്പിലാണ്. ക്ലിപ്പ് കാണിക്കും മാറി ഒന്ന് മാറി എല്ലാവരും സഹകരിക്കും. വൈദ്യുതി നമുക്ക് നാളെയും കാണാൻ ദൂരം പോകുമ്പോണ്ട പരങ്ങാങ്കരത്തിനുണ്ട് ഈ സാധ്യത. നിങ്ങൾ ആരും ഇടപെടില്ല, എല്ലാവരും ആരും ഇടപെടില്ല. അതൊക്കെ നല്ലതല്ല. അതെന്തറിയോ, നമ്മൾ നിങ്ങൾക്ക് പോലെ മറുപടി പറയണ്ടാന്ന് ശരിയാണ്. പക്ഷേ നാളെ പ്രചരിപ്പിക്കുന്ന അറിയോ, മറുപടി കിട്ടിയില്ല. ഇവന്റെ അവസ്ഥ എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു അവരുടെ പുസ്തകം ഉദ്ധരിച്ചത് തേടണമെന്നില്ല, കൊണ്ട് ചോദിക്കണമെന്നില്ല, ചുണ്ട് അനകണമെന്നില്ല. ഒരാളിൽ നിന്ന് ഒരു മനുഷ്യനിക്ക് അല്ലെങ്കിൽ സാധാരണക്കാരിക്ക് സാധിക്കാത്തൊന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അത് ആരാധനയാണ് എന്ന് നിങ്ങളെ പുസ്തകത്തിൽ പറയുന്നു. അതിന് വിരുദ്ധമാണ് സുലൈമാൻ നബിയുടെ സംഭവം, അതിന് വിരുദ്ധമാണ് മിർജു ബർക്കത്തോൽ സിബിയാനില. ഇന്നലത്തോളം സ്വാധീനത്തിൽ നമ്മൾ മിർജു ബർക്കത്തോൽ സിബിയാനെ പറയാം. അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്താണോ? അപ്പുറത്താണോ? അല്ല. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപ്പിനും തുപ്പലത്തിനൊക്കെ ബർക്കത്ത് കൊടുത്തിട്ട് അല്ലാഹു തആല ഒരു കാര്യം ബോധ്യപ്പെട്ടു. അല്ലാഹു കൊടുത്ത കഴിവ് തേടാ. സുന്നികൾ പറയുന്നു അത് തന്നെ പറ്റുകയുള്ളൂ. അല്ലാഹു കൊടുക്കാത്തൊരു കഴിവൊന്നും തേടാമെന്ന് ഇന്നേ വരെ ഒരു സുന്നിയും പറഞ്ഞിട്ടില്ല. സുന്നത്തിന്റെ ആശയത്തിലേക്ക് ഘട്ടം ഘട്ടമായി ഇത് കടന്നു വരുന്നത് പുറത്ത് പറയാ കുറച്ചൊക്കെ മടിയുണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും അൽഹംദുലില്ലാ മനസ്സിൽ ആ ബോധം വന്നതിനെ ഞങ്ങൾ സർവാത്മനാ സ്വാഗതം. ശരി, മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല കൊടുത്ത കഴിവല്ലേ? അത് നമ്മൾ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് ഖുർആനിലായത്തില്ലേ? തേടേണ്ടതല്ല, തേടുന്ന ഈ പടത്തിൽ സംഭവം അന്നെപ്പോലൊക്കെ തിരക്കിരി പറഞ്ഞു പറയാനൊക്കെ കാര്യം ഒന്നും പറഞ്ഞില്ലേ? ഇതൊക്കെ തന്നെ സാധനങ്ങൾ ഇങ്ങനത്തെ നാലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ലാത്ത പണിയൊന്നും വരുന്നില്ല, വലിയ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഏതായാലും പിന്നെ മൈദൂരി ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ വലിയ പ്രശ്നമല്ല എന്ന് ബോധ്യപ്പെട്ടു. അവർക്ക് അവർ കൊടുത്ത കഴിവെന്നായിരിക്കുന്നത് നമ്മളെ തന്നെ പറഞ്ഞു. കൊടുക്കാത്ത കഴിവ് നമ്മളാരും ചോദിക്കുന്നുള്ളൂ. അത് സാധാരണ ചോദിക്കണില്ല. അബുദാരി 50 ഉൾപ്പെടെ നമ്മൾ ചോദിക്കുന്നുള്ളൂ. എല്ലാത്തും ചോദിക്കുള്ളൂ, ഉള്ളവരോടല്ല ചോദിക്കുള്ളൂ. അൽഹംദുലില്ലാ ആ പ്രശ്നം ഇവിടെ കഴിഞ്ഞു. ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ മൈദൂന് കൂടി പാണക്കാട്ടേക്കൊന്ന് പോകണം. ഇൻഷാ അല്ലാഹ് അത് ക്ലിയർ. ഇനിയിപ്പോ പ്രശ്നം എന്താണ്? മരിച്ചുപോയത് എന്താ മൈദോ? മരിക്കുന്നവരുടെ കഴിവൊക്കെ തീരുക എന്താ പ്രശ്നം? മരിച്ചെന്താ പ്രശ്നം? മരിച്ചാൽ കുഴപ്പമില്ല. മൈദൂനിപ്പോ എന്തിനാ പിടിച്ചത്? മരിച്ചു കഴിഞ്ഞാല് സാധാരണ ഉണ്ടാകുന്ന കഴിവുകളൊക്കെ കുറെ നശിക്കും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ജീവിതകാലത്ത് നമ്മള് പാണക്കാട്ടേക്ക് മാത്രമല്ല, അല്ല കഴിവിപ്പെട്ട കാര്യം ചോദിക്കാൻ നമ്മൾ പല ആളെടുത്തും പോകും. അത് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവൊന്നും വ്യത്യാസമല്ല. ഇതേപോലെയാണോ നമ്മൾ തമ്മിലുള്ളതോ? അതല്ല, അതിന് നമ്മളൊരു വ്യത്യാസം. മരിച്ചവർക്ക് ഈ കഴിവുകൾ നശിക്കുകയാണ്. ഇല്ല, കേൾക്കൂല. മരിച്ചവർ പറഞ്ഞു അത് ഈ ചോദ്യമാണ്. മുജാഹിദിന് മങ്കറിനെല്ലാവരും പറഞ്ഞ പോയത് പോയി മേലെ പറഞ്ഞു കേൾക്കൂല. ആര് പറഞ്ഞ സഹോദര മത്സരം കേൾക്കൂല? മരിച്ചവർ കേൾക്കുന്നതിനോട് മുകളിൽ ആളുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ മയക്ക് പിടിച്ചേക്കണ്ട, ഞാൻ ഒന്നും ചെയ്യുന്നത്. അല്ല, മോളൊരു താഴെ കേൾക്കൂല. മരണപ്പെട്ടവർക്ക് കേൾക്കാൻ കഴിയില്ല. പറയുന്നു നിശ്ചയമായിട്ടും മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യുന്നതാണ്. അവരെ ചെരിപ്പടിക്കുന്ന ആ ശബ്ദം പോലും കേൾക്കുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ
കേൾക്കൂല, നിങ്ങൾക്ക് മെയ്തൂന വേണ്ട മെയ്തോ, നിങ്ങൾക്ക് മുത്തുനബിനെ മതി. അതിലങ്ങനെ ഔലിയാക്കന്മാരെന്ന് വ്യത്യാസമായി പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും കേൾക്കുന്ന റസൂലുള്ള പറഞ്ഞ ചോദ്യമല്ലേ? ചോദ്യമല്ലേ? എല്ലാവരോടും ചോദിച്ചൂടെ? എന്നാ എല്ലാവരോടും ചോദിക്കാൻ പറ്റുമോ? മരിച്ചവർ മുകളിൽ നിന്ന്, അതായത് ഭൗതിക ലോകത്ത് നിന്നുള്ള ഈ ദുനിയാവിൽ നിന്നുള്ള ഒരു ഇത് കേൾക്കാൻ അവർക്ക് നമ്മൾ ചോദിച്ചാൽ കേൾക്കാൻ കഴിയില്ല. കേൾക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതിന് ആയത്തോതണം, നിങ്ങൾ വിശദീകരിക്കണം. നിങ്ങൾ വിശദീകരിച്ചാൽ മരിച്ചവർ കേൾക്കില്ലേ? മരിച്ചവർ കേൾക്കൂല. അപ്പൊ ഈ ഹദീസ് എതിരല്ലേ? ഈ ഹദീസ് അതിനെതിരാവൂല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുകൊണ്ട്. എന്താ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ റസൂല് മരിച്ചവരോട് മുൻകർ ചോദിച്ചാൽ കേൾക്കുമെന്ന് പഠിച്ചു. അവിടെ വന്നുപോയ ആളുകൾ പിന്തിരിഞ്ഞു പോകുമ്പോ സഹീഹുൽ ബുഖാരിയാണ്, ലഈഫാണ് പറയാൻ പറ്റില്ല. ആ ബുഖാരിന്റെ ഹദീസിലാണ് പറയുന്നത് ചരിപ്പിന്റെ ശബ്ദം പോലും കേൾക്കും. മുൻകറിന്റെ ചരിപ്പല്ല അറിയണത്. ഞാനും മൈദോച്ചങ്ങൾ പോയി കഴിഞ്ഞാലേ ശബ്ദങ്ങൾ കേൾക്കും. ശരി, ഇത് അള്ളാഹുവിന്റെ റസൂൽ അതായത് ആദ്യം സമ്മതിച്ചു, അത് റസൂലിനെ പഠിപ്പിച്ചല്ലേ? അപ്പൊ അൽഹംദുലില്ലാഹ് മരിച്ചവർ കേൾക്കുമെന്നായി. അപ്പൊ ജീവിച്ചിരിക്കുന്നവരോട് തേടാമെന്നോ? മരിച്ചവരോട് പറ്റില്ല എന്ന് കാരണം വേണ്ടെന്ന് പറഞ്ഞത് മരിച്ചവര് അന്ന് ആദ്യം പറഞ്ഞാ കേൾക്കൂല. ഇപ്പൊ പറഞ്ഞ മരിച്ചവർ കേൾക്കും. അൽഹംദുലില്ലാഹ്. അതോടുകൂടെ മരിച്ചവരോട് തേടുന്നതിന് തെളിവായി ഈ തേടിയിൽ തെളിവുണ്ടോ എന്ന ചോദ്യം അതിന് കേട്ടോ പറഞ്ഞേരാ. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് അവിടുന്ന് വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് വരുന്നു. ആരെ? മഹാനായ ബിലാൽ ബിൻ ഹാരിസ് മുസ്ലിം റളിയല്ലാഹു അൻഹു. അഹദു സഹാബ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. സഹാബികളിൽപ്പെട്ട ബിലാൽ തങ്ങള് റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ തസ്കിരി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. ഖബറിൽ വന്നിട്ടാ പറയുന്നു നബിയോട്, നബിയേ മദീനക്കാര് മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നബിയേ ഇസ്തസ്കിരി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. ഈ സംഭവം ഇബ്നു തൈമിയ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു തൈമിയ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആശയ സ്രോതസ്സല്ലേ ഇബ്നു തൈമിയ. കുല്ലു ഹദീസിൽ ലാ യഅരിഫുഹു ഇബ്നു തൈമിയ വലൈസ ബിഹദീസ് എന്നല്ലേ ബിദഈകൾ എഴുതി വെച്ചത്. ഇബ്നു തൈമിയെ കുറിച്ച് നിങ്ങൾ വാനോളം പുകഴ്ത്തിയില്ലേ? സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്തേ ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞത്? എന്റെ ആശയത്തിന്റെ സ്രോതസ്സാണ് ഇബ്നു തൈമിയ. നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ കഴിഞ്ഞകാല സമ്മേളന സുവനീറൊക്കെ എടുത്തു നോക്കൂ. ആ സുവനീറിലൊക്കെ പറയുന്നു ഇബ്നു തൈമിയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ വഹാബിസം ഉണ്ടാക്കിയത്, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്, ഇങ്ങനെ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയത്. ആ ഇബ്നു തൈമിയ തന്റെ കിതാബിൽ പറയുകയാണ്, റസൂലുള്ളാഹിന്റെ ഖബറിൽ വരുന്നു, നബിയോട് സഹായം തേടുന്നു. ഇബ്നു തൈമിയ കിതാബുണ്ട്. വേണമെങ്കിൽ ഞാൻ അറബി ഉത്തരം വായിക്കാൻ പറ്റുകയോ? ഉണ്ടോ? ഇല്ല, അങ്ങനെ കിതാബുണ്ടല്ലേ? കിതാബുണ്ടോ? കൊടുക്കാം. ആ മൈക്കൊടുക്കും. ഇബ്നു തൈമിയ കിതാബ് ഞാൻ വായിക്കാം. ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് വരികയാണ്. ആ ഒരാൾ ആരാണ്? ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുന്നു. അഹദു സ്വഹാബ, സ്വഹാബികൾപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? ബിലാൽ ബിൻ ഹാരിസ് മുസ്ലിയാണെന്ന് ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്നു. വശക്കാ ഇലൈഹിൽ ജുദ്ബാ. കിടക്കുന്ന മുത്തുനബിയോടാണ് മദീനത്ത് മഴയില്ലാത്ത വെള്ളമില്ലാത്ത ക്ഷാമം ബാധിച്ച കഥ പറയുന്നത്. ഇബ്നു തൈമിയ കേട്ടപ്പോൾ ഇബ്നു തൈമിയ പറയുന്നു, മുത്തുനബിയെ അദ്ദേഹം കാണുകയാണ്. മുത്തുനബി അദ്ദേഹത്തോട് പറയുന്നു, ഉമറിന്റെ അടുക്കലേക്ക് ചെല്ലാന്, ഉമറിനോട് ജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാന് എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ പറയുന്നു, ഇത് എതിർക്കപ്പെടേണ്ട നേരത്തെ ഞാൻ പറഞ്ഞ വകുപ്പിൽപ്പെട്ടതല്ല.
കേട്ടോ ഇബ്നു തൈമിയ്യ പറയുന്നത് ഇതുപോലത്തെ സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്, കസീറൻ ധാരാളം സംഭവിക്കാറുണ്ട്. ആർക്ക്? നബിക്ക് മാത്രം അറിഞ്ഞു എഴുതോ പറയണ്ട. എന്റെ നേതാവ് പറയുകയാണ് ഉത്തരവിക്ക് മാത്രമല്ല, ഇവിടെ താഴെയുള്ള ഔലിയാക്കൾ സാലിഹീങ്ങളായ ആളുകൾ അവരെ കബറിങ്ങ പോയിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ട് ഉത്തരം കിട്ടിയ ധാരാളം സംഭവങ്ങളുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞു, കണ്ടോ ഇബ്നു തൈമിയ്യ നിങ്ങളെ വലിയ നേതാവല്ലേ, നിനക്ക് അറബി വായിക്കാൻ അറിയില്ല എന്നല്ലേ പറഞ്ഞത്. കിതാബുകൾ ലഭിച്ച ഇബ്നു തൈമിയ്യ, ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ലഭിച്ച ഇബ്നു തൈമിയ്യ, നിങ്ങളുടെ അവസാനത്തെ വാക്കായ ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യ പറയുന്നു എനിക്ക് ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ അറിയാം. അപ്രകാരം തന്നെയാണ് നബിയോടോ നബി അല്ലാത്തവരോടോ ആളുകൾ പോയി ചോദിക്കുന്നു, ആവശ്യങ്ങൾ ചോദിക്കുന്നു. ചോദിക്കുമ്പോഴോ നബിന്റെ മാത്രമല്ല ഔലിയാക്കൾ ഖബറിൽ പോയി തേടുമ്പോ ഉത്തരം കിട്ടുന്നു. ഇതാരാണ്? തെറ്റിക്കോട്ടെ, അല്ല ഇങ്ങനെ അറിയുന്ന, അതായത് ഇത് കിതാബ് അറിയുന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ നിങ്ങൾ ഇടക്കിടക്ക് ഇരിക്കുന്നുണ്ടല്ലോ, ഇവരെന്താ അവിടെ ഇത് കാണിക്കാത്ത നിങ്ങള്? ഇപ്പൊ നമ്മളെ കണ്ണൂരത്ത് തന്നെ കമ്പനി ഡേറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താ പരസ്യ സമാധാനം നിങ്ങൾ തയ്യാറാവാതെ? ശരി, ഇപ്പൊ നിങ്ങൾ വായിച്ച ഈ ഭാരത് മുദ്രിച്ച് ഞാൻ കാണിച്ചു, ഞാനാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ ഈ ഭാരത് ഉദ്ദേശിച്ചാൽ എന്നാല് അതിന്റെ അടുത്ത പണ്ഡിതോചിതമായ മറുപടി ഉണ്ടാവുമല്ലോ, അതും കൂടി നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ. ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ ആരെ വിളിക്കുമ്പോ കാണിക്കാൻ തന്നെ. അല്ല വേണ്ട, നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾക്ക് അറിയില്ല ഏത് ഭാഗത്താണ്. അല്ലെങ്കിൽ കണ്ടിട്ട് 4 മണിക്കൂർ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വായിച്ചു. ഞാൻ എന്റെ പണ്ഡിതന്മാരെ വെക്കട്ടെ, ഈ വായിച്ച കുറിച്ച് പറയണ്ടത്, ഈ വായിച്ച ആയത്താ ഹദീസ? ഇബ്നു തൈമിയ്യയുടെ കിതാബിലുള്ള ആയത്താ ഹദീസാണ്. ഞാൻ തെളിവാദ്യം ഇബ്നു തൈമിയ്യ ആയത്തല്ല, ഹദീസല്ല, ഇബ്നു തൈമിയ്യയുടെ വാക്കാണ് വകദാലിക. നിങ്ങളൊരു അവസ്ഥ പോയത് ഇപ്പൊ ഇബ്നു തൈമിയ്യ നിങ്ങൾക്ക് തെളിവ് പറയാം. ഞാൻ ആയത്ത് ചോദിച്ചു, അപ്പില്ല. അതിന് നിങ്ങൾ സുലൈമാൻ നബിന്റെ കഥ പറഞ്ഞു. സുലൈമാൻ നബി ആരാ? സുലൈമാൻ നബി ആരാണ്? അല്ല വിഷയം മാറ്റില്ല, ഞാൻ ചോദിച്ച ആയത്തിൽ റസൂലുള്ളാഹിന്റെ സഹാബത്ത് പോയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിനെ പോയിട്ട് സഹായം തേടിയ സംഭവം തെളിവ് ഇബ്നു തൈമിയ്യ തിരിച്ചതിനറിയോ? ഞങ്ങൾക്ക് ഇബ്നു തൈമിയ്യ തെളിവായിട്ടില്ല. കേമന്ന് തിരിച്ചതിനറിയോ? ഞങ്ങൾക്ക് തെളിവായിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ നേതാവായിട്ട് 2 കൂട്ടർ ഞങ്ങളോട് ഷാഫി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കും. അപ്പൊ ഇനി വിഷയം ഷാഫി പറഞ്ഞു നേതാവായ ഇബ്നു തൈമിയ്യ ചോദിക്കട്ടെ, ഇബ്നു തൈമിയ്യ പറഞ്ഞ തെറ്റാണോ? അത് ആദ്യം നിങ്ങൾ പണ്ഡിതന്മാരായിട്ട് ചർച്ച ചെയ്യും. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യും. അത് ഞാനല്ല ചർച്ച ചെയ്യുന്നത്, പണ്ഡിതന്മാരായിട്ട് ചർച്ച ചെയ്യും. കാരണം നിങ്ങൾ ഞാൻ ഈ ഇസ്തിഗ്ഹാസിന്റെ വിഷയം ഇവിടെ പെരിന്തൽമണ്ണ നേതാക്കന്മാരുണ്ടല്ലോ, മുജാഹിദ് നേതാക്കന്മാരുണ്ടോ? മുജാഹിദിനെ എല്ലായിടത്തും പണ്ഡിതന്മാരുണ്ട്. എന്താണ്? അല്ല, ഉണ്ട്. അവരെ കൊണ്ടുവരാൻ ചെയ്യാറുണ്ട്. വ്യവസ്ഥ എടുക്കാൻ അടുത്ത മാസം 10-ാം തീയതി കൂടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്ത മാസം 10-ാം തീയതി ഇൻഷാ അല്ലാഹ്. ശരി, എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡേറ്റ് പറഞ്ഞോളൂ. ഞാൻ ഇവിടെ അതായത് അപ്പൊ ഇതൊന്നും 11-ാം തീയതി ഇൻഷാ ഈ 11-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കാച്ചിനിക്കാടിലെത്തുന്നതാണ്. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, ഏതോ ദൂരവട്ടം എന്റെ നാട് തെലങ്കാനയാണ്. ആൾക്കാർ പൊക്കൊടുന്ന് എല്ലാവർക്കും എന്താ അറിയും, നന്നായിട്ട് അറിയും. ഓക്കെ അല്ലേ? മഹല്ല് കമ്മിറ്റി ഒരു ലെറ്റർ തരണം. കാരണം മഹല്ല് കമ്മിറ്റി, കാരണം ഞങ്ങൾ ഇവിടെ ആദ്യം പരിപാടി വെച്ചപ്പോ കണ്ടല്ലോ ഇവിടെ
ഈ ഇരിക്കുന്ന ഉസ്താദുമാരെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ചോദിക്കാം, ഇപ്പൊ എന്റെ നേതാക്കന്മാർ ആരുമില്ലാതെ ധൈര്യത്തോടെ സംഭവിച്ചോ? നിങ്ങളെ ഒരു സംസ്കാരമാണല്ലോ, എന്റെ കല്ലൊന്നും കാടിയില്ല. സംസ്കാരം കളിക്കാൻ നിങ്ങളെ സംസ്കാരം കളിപ്പിക്കണം. കളിച്ചല്ലോ, നിങ്ങളെ സംസ്കാരം കാണിച്ചെന്നോ? എന്തിനാ ഇത്? അതൊക്കെ ഞാൻ പറയണോ? നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളെ നേതാക്കന്മാർക്ക് സർവ്വ സുരക്ഷിതത്വം ഈ ഇരിക്കുന്ന ഞങ്ങളെ സമസ്തന്റെ മുഷാവറ അംഗമായ ബഹുമാനായ ഉസ്താദിനെ സാക്ഷി നിർത്തി പറയുന്നു, നിങ്ങൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഞങ്ങൾ തരാം. 11-ാം തീയതി വരാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ലെറ്റർ ബോർഡ് തന്നോളൂ. കാരണം എന്താ? ആയിക്കോട്ടെ, ലെറ്റർ പേഡ് ഞങ്ങളിവിടെ ലെറ്റർ പേഡ് തരാം. ശരിയാണോ? ഓക്കെ അല്ലേ? മെയ്തോ ഉറപ്പല്ലേ? മെയ്ത് മൈക്കടി പറയാം, 11-ാം തീയതി ലെറ്റർ പേഡ് തന്നാൽ 11-ാം തീയതി ഞങ്ങളെ നേതാക്കന്മാരെ കൊണ്ടുവരാം എന്ന് മെയ്ത് അതായത് ഇത് മാത്രം മതി. 11-ാം തീയതി ഞാൻ പറഞ്ഞു 11-ാം തീയതി പറയാം. എല്ലാവർക്കും പിന്നെ വാട്സപ്പ് ഇട്ടുതരാം. സ്ഥലമാർക്ക് ഒന്നാണ്ട് എന്റെ സംവിധാനത്തിൽ ചോദിക്കണ്ട, എല്ലാവർക്കും തരാം. പറയൂ. അതായത് ഞാൻ ഇവിടെ സംസാരിച്ച സുന്നികളും അത് സുന്നികളെന്നല്ല, ഇവിടെ എല്ലാ സമസ്തക്കാരും ഇവിടെ നമ്മൾ തമ്മിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതിൽ മൈദോ ഇപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളാണല്ലോ തർക്കമുള്ള വിഷയങ്ങൾ. ഇതന്നെ ഞാൻ പറഞ്ഞോളാം. നിങ്ങളെന്ന് പറഞ്ഞേ, എന്റെ വാദം നിങ്ങളല്ലല്ലോ പറയണ്ടേ, ഞാനല്ലേ പറയണ്ടേ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശമുള്ളവരും, അതായത് നിങ്ങൾ ഈ പറയുന്ന സമസ്തക്കാര് ആരായിക്കോട്ടെ, അവരുമായിട്ട് സംവാദ വ്യവസ്ഥക്ക് 11-ാം തീയതി അടുത്ത മാസം നിങ്ങൾ മഹല്ല് കമ്മിറ്റി ലെറ്റർ പേഡ് തന്ന് ഞങ്ങളെ ഈ വിഷയവുമായി സംസാരിച്ച് രേഖപ്പെടുത്തി ഒപ്പിട്ട് തരണം. എന്റെ പേരിലിട്ടോളി മൊയ്തു. എന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയില്ല? ഞങ്ങൾ ഇന്ന അറിയില്ലല്ലേ? അല്ല, അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വെല്ലുവിളിക്കണ്ട? നിങ്ങൾ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കണല്ലേ ചെയ്യണ്ടേ? അതിങ്ങനല്ലേ ചെയ്യണ്ട? അത് നിങ്ങൾക്ക് അറിയാലോ എന്താണ് ചെയ്യേണ്ടതില്ല. പണ്ഡിതന്മാരെന്ന് വെല്ലുവിളി തുടങ്ങിയതല്ലോ. ഒരുപ്പോ സമസ്തയും മുജാഹിദ് പ്രസ്ഥാനം തമ്മിൽ എത്രയോ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലല്ല, ഒരു ഇപ്പൊ ഇതുവരെ മെയ്ത് പറഞ്ഞ ഓർക്ക് കളിയിലെ പണ്ഡിതന്മാരെ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഏത് പണ്ഡിതനാണ്, ഏത് പണ്ഡിത സഭക്കാണ്, അത് ഏതൊരു ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളായിക്കൊണ്ട് ഞങ്ങൾ റെഡിയാണ്. അനക്ക് ഏത് പണ്ഡിത സംവാദ വ്യവസ്ഥക്ക് ഇങ്ങനെയല്ലല്ലോ ചെയ്യല്. ഇത് നിങ്ങൾ ഇന്നലെ വെല്ലുവിളിച്ചത്, ഇന്ന് വെല്ലുവിളിച്ച കാര്യത്തിൽ ഞാൻ വ്യവസ്ഥക്ക് ഇല്ല, അതിന് സൗകര്യമില്ല. എഴുതിയതെവിടെ? എഴുതിയ പറയണ്ടല്ലോ. ഇപ്പൊ സംവാദം റെഡി. ഞാൻ ചോദിച്ചത് ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യം ഞാൻ ബോധ്യപ്പെടുന്ന CDI-നാണ്. കാരണം ഓരോന്നോരോന്നും ഉള്ളി തൊലിക്കും പോലെയാണ്. തൊലിച്ചുള്ളിലേക്ക് എത്തുമ്പോ ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥ. ഇത് മുജാഹിദിന്റെ എവിടെയുമുള്ള അവസ്ഥയാണ്. മെയ്തുന്ന് പേരുണ്ടോ പണ്ഡിതന്മാരെ കൊണ്ടുവരാൻ? ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ എങ്ങനെ സഹകരിക്കില്ല? എന്തറിയോ ഇത് പറഞ്ഞ് കഴിച്ചിട്ടാവും. മൈദൂന് കഴിച്ചാൽ അവസ്ഥ ഉണ്ടാക്കരുത്. മൈദു പറയും എല്ലാവരും കൂടി നോട്ട് ഞാൻ പറഞ്ഞിട്ടാണ്. അതൊക്കെ മൈദു പറയും. അത് മൈദുവാണ് മൈദു. ഒന്ന് മാറി എല്ലാവരും മാറിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മൈദൂന് കിട്ടിയത്. പിന്നെ എവിടെയിലാണെങ്കിലും പരങ്ങാരക്കാരനല്ലേ? നാളെ നാടകീയ മുഖമുഖമൊന്നും പറയാൻ പറ്റില്ലല്ലോ. പരങ്ങാങ്ങരക്കാരനായ കടുത്ത മുജാഹിദിനെ മുന്നിൽ കിട്ടി. മുജാഹിദിന് ഇബാറത്ത് വായിച്ചു കൊടുത്തപ്പോ ഇബാറത്ത് വായിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഈടി കൊണ്ടുവരാന്ന് പറഞ്ഞു. മുജാഹിദ് നേതാമൗലവി കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അവസാനം പറഞ്ഞ പണ്ഡിതന്മാരുമായിട്ടുണ്ടോ നമ്മൾ പറയുന്നു. ഏത് മുജാഹിദിന്റെ പണ്ഡിതന്മാരുമായിട്ട്, അത് ഏത് ഗ്രൂപ്പ്, ജിന്നൻ ഔ ഇൻസൻ ഔ മടവൂരുള്ള വേറ്റി ഏതും ആയിക്കോട്ടെ, ഞങ്ങൾ റെഡിയാണ്. ഏത് മുജാഹിദിനെ ഒന്നും പ്രവർത്തകരെ കൈപിടിക്കും.
ഇപ്പൊ തന്നെ കണ്ടില്ല നിങ്ങൾ. അതായത് ഞാൻ ഈ കാച്ചിങ്ങാട് കാച്ചിങ്ങാട് മാലിന്യം ഞാൻ ഈ നിൽക്കുന്ന കോയാക്കാക്ക് ഞാൻ ലെറ്റർ മുമ്പ് കൊടുത്തിട്ടുണ്ട്. കാച്ചിങ്ങാട് മാലിന്യ സെക്രട്ടറി അല്ല. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ആർക്കാ കത്ത് തരേണ്ടത്? നിങ്ങൾ ആർക്കാ കത്ത് തരേണ്ടത്? നിങ്ങൾ ഞാൻ പറഞ്ഞു എന്നെ വെല്ലുവിളിച്ചു കൊണ്ടാണോ നിങ്ങൾ ഇപ്പൊ വിളിച്ചത് പെടുന്നത്? അതോ ഒരു മിനിറ്റ് അന്നെ വെല്ലുവിളിക്കാൻ തീർത്താ പോരെ? അപ്പൊ അതാ പറഞ്ഞത്. അത് നിങ്ങൾ പണ്ഡിതന്മാരെ കഥ ഉണ്ടോ? അറബി വായിക്കുമ്പോൾ നമുക്കറിയില്ല. അല്ല കാച്ചിങ്ങാട് നിങ്ങൾക്ക് കാച്ചിങ്ങാട് മാലില്, അതായത് ഈ മാലില് ഈ നിൽക്കുന്ന കോയാക്കാന്റെ അടുത്ത് ഞാൻ മുമ്പ് വേറൊരു ആവശ്യമായി മാലിന്യ സെക്രട്ടറിന്റെ പേരിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു വർഷം കഴിഞ്ഞു. അത് ഈ വിഷയത്തിലല്ല. വിവരമില്ലാത്ത കത്തിന് മറുപടി അല്ലല്ലോ നമ്മുടെ കമ്മിറ്റിന്റെ പണി. വേറെ ഒരു പണിയില്ല. ശരി, അതാണ് അതിനൊരു മാനയല്ലേ? അതിനത്ര അതിനൊരു ശരി ശരി. അങ്ങനെ വിവരമില്ലാത്ത ഒരു മിനിറ്റ് എല്ലാം ഞാൻ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു ഇവിടെ ഉദ്ധരണികൾ വായിച്ചപ്പോൾ ഇത് പറഞ്ഞു അറബി അറിയില്ല. ഓന്റെ പണ്ഡിതന്മാർ ചർച്ചക്കുണ്ടോ വെച്ചു. നമ്മൾ റെഡിയാണെന്നു. ഏത് പണ്ഡിതനാ കത്ത് കൊടുക്കുന്ന വെച്ചാൽ മെയ്തൂര് പണ്ഡിതനെ പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ മുജാഹിദ് ഒരു പണ്ഡിതനും മെയ്തു പറഞ്ഞാൽ വരൂരെന്ന് മെയ്തൂരറിയാം. അതുകൊണ്ടാണ് ഒട്ടുകാർ ഞങ്ങൾ കണ്ടതാണല്ലോ. അതാ ചോദിക്കാൻ ഒരു പേര് ഞാൻ ചോദിക്കട്ടെ. ആരിസിനെ പറ്റുമോ? ആരിസിനെ പറ്റുമോ? പറ്റുമോ? മൈക്ക് സൗണ്ട് പണ്ഡിതനെ വേണ്ടി ഒരു പണ്ഡിതനെ പറയുന്നതായി ഏത് പണ്ഡിതനും കുഴപ്പമില്ല. വേറെ വർത്താനമില്ല. അതിനെ നമുക്ക് പറയാനുള്ളൂ. ഏത് പണ്ഡിതൻ ഉണ്ടോ? ഏത് പണ്ഡിതൻ ഇപ്പൊ ഇവിടെ കണ്ടില്ല നിങ്ങൾ പറഞ്ഞത്? ഏത് പണ്ഡിതനും പറ്റൂല. കാരണം എന്താ പറയുക? പറ്റൂല. ഇപ്പൊ അതും കോയാക്ക വ്യക്തമായി പറഞ്ഞു. അന്നപ്പോലത്തോട് ഇങ്ങനെ കത്ത് കൊടുക്കലല്ല മഹലിന്റെ പണി. എന്നോട് പറഞ്ഞു ഒരു മഹലിന്റെ കമ്മിറ്റി നിലക്ക് കാരണം അന്റെ അന്തരം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അന്നെല്ലാവർക്കും മനസ്സിലായി. അതാണ് ചോദിക്കുന്നത്. പെരിന്തൽമണ്ണ ഹാരിസ് മുസ്ലിമിനെ കൊണ്ടുവരുന്നുണ്ടോ? സക്കരിയ സലാരെ കൊണ്ടുവരുന്നുണ്ടോ? മുജാഹിദ് ബാരിഷിനെ കൊണ്ടുവരുന്നുണ്ടോ? ഫൈസൽ മുസ്ലിനെ കൊണ്ടുവരുന്നുണ്ടോ? മുജാഹിദ് എന്നാണ് അങ്ങനെ പറഞ്ഞോ. അതുകൊണ്ട് ഈ ജിന്നല്ല ഇൻസിൽപ്പെട്ടതായിട്ട് അനസുണ്ടോ? അനീഫ് കൈകൊണ്ടുണ്ടോ? ആ കൂട്ടത്തിൽപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഒന്ന് പറമേതോ ഇന്ന പണ്ഡിതൻ പറമേതോ പറമേതോ. ഇത് ലോകമൊട്ടുകയാണ്. കേരളത്തില്ല അല്ലേ? കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തുള്ള സകല മുസ്ലിമീങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വീടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മെയ്ത് പറഞ്ഞു സമയമില്ല, നമ്മൾ സമയം കൊടുക്കാറുള്ള പുറമെ പോയി കഴിയില്ല. അവസാനം പിൻവലിച്ചു. അൽഹംദുലില്ലാഹ് ആയത്ത് തിരിച്ചപ്പോൾ സമ്മതിക്കേണ്ടി വന്നു. അവസാനം പറഞ്ഞു എനിക്ക് വിവരമില്ല, എന്റെ നേതാക്കന്മാരെ കാണാൻ കഴിയുക. നേതാക്കന്മാരെ കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ? ഡേറ്റ് 10-ാം തീയതി പറഞ്ഞു. പറഞ്ഞില്ലേ? നമ്മളുടെ ഡേറ്റ് 10-ാം തീയതി ജാമ്യ സമ്മേളനമായതുകൊണ്ടെന്ന് മാറ്റിത്തരാൻ പറഞ്ഞു. 11 റെഡിയാണ് പറഞ്ഞു. ഒരു പണ്ഡിതന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ മെയ്തുവിന് കഴിയുന്നില്ല. പറയുമായിട്ട് ഒരു പണ്ഡിതന്റെ പേര് ഒറ്റ ഞങ്ങൾ എവിടെ ഒന്ന് പറഞ്ഞു. അത് നടക്കാൻ പോയിട്ട് എന്തിനാണത് മുമ്പ് ഇപ്പൊ ലെറ്ററിന്റെ ഒരു പണ്ഡിതന്റെ പേര് അন্য ലെറ്ററിലെ പണ്ഡിതന്മാരുടെ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘടന കൈമുമ്പോട്ടെ. ഇപ്പോ നിങ്ങൾക്ക് ഈ കാശിക്കാരുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലായില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിയില്ല, ഒരിക്കലും തന്നെ ഒരു സംവാദം നടത്താൻ കഴിയില്ല, ചോദിക്കാൻ കഴിയില്ല, ഒരു വിഷയം ചോദിച്ചാൽ പറയാൻ കഴിയില്ല. നാളെ അവസരം ഉണ്ടാവും. അവർക്ക് അവസരം ഉണ്ടായി കൊടുക്കരുത്. മുജാഹിദിന് അവസരം ഉണ്ടായി കൊടുക്കരുത്. ഒരു അറസ്റ്റ് ചെയ്യരുത്. അവരെ തോണ്ടുക പോലും ചെയ്യരുത്. സന്തോഷത്തോടെ പറഞ്ഞേക്കും. നിങ്ങൾ പ്രവർത്തകന്മാരില്ലേ കൈപിടിക്കും. നമ്മുടെ നേതാക്കന്മാരെ കൊണ്ടുപോകുന്നുണ്ട്. നേതാക്കന്മാരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്.
ഒന്നും ചെയ്യരുത്. ധൈര്യത്തിൽ നല്ലത് കൊണ്ടാക്കി സ്റ്റേജും കെട്ടി ഒരു മിനിറ്റ് സ്റ്റേജും കെട്ടി ഒരു മിനിറ്റ് സ്റ്റേജും കെട്ടി സ്റ്റേജും കെട്ടി ഒരു മിനിറ്റ് പോയില്ലേ കൊണ്ട് ഒരു മിനിറ്റ് ഓനെ പ്രിയമുള്ളവരെ ഒന്നുമില്ലെങ്കിൽ